നമുക്കൊരു നിമിഷം കൂടി ഒന്ന് കണ്ണുകൾ അടച്ച് കർത്താവിൻ്റെ വലിയ കരുണയും സ്നേഹവും ഒക്കെ നിരന്തരം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഈ മിനിസ്ട്രിയെ നമുക്ക് പ്രത്യേകമായി ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കാം. കർത്താവിൻ്റെ പ്രിയപ്പെട്ട ഈ വലിയ മിനിസ്ട്രി ഈശോയോട് ഇന്ന് ഒരുമിച്ച് ചോദിച്ചു പ്രാർത്ഥിക്കുക, പരിശുദ്ധാത്മാവിൻ്റെ വലിയ ഇടപെടൽ ഉണ്ടാകാൻ വേണ്ടിയാണ്. അതുകൊണ്ട് തന്നെ കർത്താവെ, അങ്ങയുടെ പരിശുദ്ധാത്മാവിനെ ഞങ്ങളിലേക്ക് ധാരാളമായി നൽകണമേ എന്ന് ഒരു വലിയ പ്രാർത്ഥന എല്ലാ ഹൃദയങ്ങളിലും ഉണ്ടായിരിക്കട്ടെ. ഈ പെന്തക്കോസ്താ ദിനത്തിന് വേണ്ടി ഒരുമിച്ച് ഒരുങ്ങി പ്രാർത്ഥിക്കുന്ന സമയത്തെല്ലാം എപ്പോഴൊക്കെ ഈശോയുടെ മുൻപിൽ ഞാൻ പരിശുദ്ധാത്മാവിനെ നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു, അപ്പോഴൊക്കെ കർത്താവ് എനിക്കൊരു വചനം തരുന്നുണ്ട്. ജോബിന്റെ പുസ്തകം 42-ാം അധ്യായം 2-ാമത്തെ വചനം. ജോബ് പറഞ്ഞു, കർത്താവെ, അങ്ങേക്ക് എല്ലാം സാധിക്കും. അങ്ങയുടെ യാതൊരു ഉദ്ദേശത്തെയും ആർക്കും തടയാനാവില്ലെന്നും ഞാൻ അറിയുന്നു. പലയാവർത്തി ഞാൻ ആ വചനം വായിച്ചു കേട്ടു. പ്രിയപ്പെട്ടവരെ, നമുക്ക് കണ്ണുകൾ അടച്ച് ഹൃദയം കൊടുത്ത് ഈ വചനം ഒന്ന് മനസ്സിലേക്ക് എടുക്കാം. ജോബിനെ പോലെ കർത്താവിനോട് പറയാം, കർത്താവെ, എന്നെ ആത്മാവിന്റെ കൃപകൾ കൊണ്ട് നിറയ്ക്കുവാൻ, എൻ്റെ ജീവിതത്തെ മാറ്റുവാൻ നിനക്ക് സാധിക്കും. നിന്റെ ഉദ്ദേശത്തെ തടയാൻ ആർക്കും സാധിക്കില്ലെന്ന് ഞാൻ ഉറച്ച് വിശ്വസിക്കുകയാണ്. ഞാൻ നിങ്ങളുമൊക്കെ ആയിരിക്കുന്ന ഏത് തലങ്ങളാണെങ്കിലും ഏത് അവസ്ഥകളാണെങ്കിലും അതെല്ലാം ഈശോയുടെ കരങ്ങളിലേക്ക് നമുക്ക് കൊടുക്കാം. ഈശോയുടെ പരിശുദ്ധമായ കരങ്ങളിലേക്ക് അതെല്ലാം ചേർത്ത് വെച്ച്, കർത്താവെ, ഇന്ന് ഈ കൂട്ടായ്മയിൽ ദൈവത്തിന്റെ വലിയൊരു ഇടപെടൽ ഉണ്ടാകാനായിട്ട് നിങ്ങളെല്ലാം നിങ്ങളുടെ കണ്ണും കാതും ഹൃദയവും മനസ്സും ഒക്കെ ഒന്ന് സമർപ്പിച്ച് ഇരിക്കുന്നിടം യേശുവിന് കൊടുക്കട്ടെ. കർത്താവിന് പറ്റും എൻ്റെ ജീവിതത്തെ ആത്മീയ കൃപകൾ കൊണ്ട് നിറയ്ക്കുവാൻ, ഭൗതിക കൃപകൾ കൊണ്ട് നിറയ്ക്കുവാൻ, പരിശുദ്ധാത്മാവിന്റെ അനോയിന്റിങ് കൊണ്ട് എന്നെ സമ്പന്നനാക്കാൻ ദൈവത്തിന് സാധിക്കും. ജോബിനെ പോലെ ഒരിക്കൽ കൂടി ആ വചനം നമുക്ക് ഏറ്റുപറയും. കർത്താവെ, അങ്ങേക്കെല്ലാം സാധിക്കും. അങ്ങയുടെ യാതൊരു ഉദ്ദേശത്തെയും ആർക്കും തടയാനാവില്ലെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുക. നമുക്കെല്ലാവർക്കും അത് വിശ്വാസത്തോടെ ഏറ്റുപറയും. രണ്ടാമതായി ഈ വചന ശുശ്രൂഷയ്ക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 10-ാം അധ്യായം 17-ാമത്തെ വചനത്തിൽ ഇപ്രകാരം പറയുന്നുണ്ട്: ഇസ്രായേലിന്റെ പ്രകാശം അഗ്നിയായും അവന്റെ പരിശുദ്ധൻ ജ്വാലയായും മാറും. അത് ജ്വലിച്ച് ഒറ്റ ദിവസം കൊണ്ട് നിന്റെ മുള്ളുകളും മുൾച്ചെടികളും ദഹിപ്പിച്ചു കളയും. കർത്താവ് നമ്മളോട് പറയുകയാണ്, ഈ ഒറ്റ ദിവസം, ഈ 1 മിനിറ്റ്, 1 സെക്കൻഡ് കർത്താവിന്റെ പരിശുദ്ധൻ അഗ്നിയായി മാറുവാൻ, ജ്വാലയായി മാറുവാൻ, അത് ജ്വലിച്ച് ഒറ്റ ദിവസം കൊണ്ട് എൻ്റെ മുള്ളുകൾ, എൻ്റെ കുറവുകൾ, എൻ്റെ പോരായ്മകൾ, എൻ്റെ പാപങ്ങൾ, എൻ്റെ അശുദ്ധി, ഞാൻ മാറേണ്ട തലങ്ങളെല്ലാം മാറ്റുവാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന് സാധിക്കും. അതുകൊണ്ട് നമുക്കിന്ന് ആഗ്രഹിച്ചു പ്രാർത്ഥിക്കാം, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവെ, എന്നിൽ ഒന്ന് പ്രവർത്തിക്കണമേ എന്ന് എല്ലാ മക്കളും പ്രാർത്ഥിക്കട്ടെ. പരിശുദ്ധാത്മാവെ, എന്നിൽ ഒന്ന് പ്രവർത്തിക്കണം. ഉള്ളൊരുകി പ്രാർത്ഥിക്കണം. നിങ്ങളുടെ ഹൃദയം കൊടുത്തു പ്രാർത്ഥിക്കണം. നമ്മൾ 4-5 ദിവസങ്ങളായി ഇങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. കാത്തിരുന്ന് സ്തുതിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇപ്പൊ ദൈവത്തോട് പ്രാർത്ഥിക്കണം, പരിശുദ്ധാത്മാവേ, എന്നിൽ പ്രവർത്തിക്കണം, എന്നിൽ പ്രവർത്തിക്കണം. എല്ലാ മക്കളും ആഗ്രഹിച്ചു പ്രാർത്ഥിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി ദൈവം നമുക്കിത് തരുമെന്നുള്ള വലിയ വിശ്വാസത്തോടെ നമ്മൾ പ്രവർത്തിക്കാൻ, നമ്മുടെ അശുദ്ധിയും പാപങ്ങളും കുറവുകളും പോരായ്മകളും എല്ലാം എടുത്തു മാറ്റുവാൻ ശക്തമായി ഒന്ന് സ്തുതിച്ചു പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധാത്മാവേ, ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു, ആരാധിക്കുന്നു, നന്ദി പറയുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ബല 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 ബല. കർത്താവേ, അഗ്നിയായ അഭിഷേകമായി ഞങ്ങളിൽ പെയ്തിറങ്ങണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ജീവിതങ്ങളെ ഏറ്റെടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങേക്ക് സാധിക്കുമെന്ന് ഞങ്ങൾ ഉറച്ചു വിശ്വസിക്കുകയാണ്. എല്ലാം സാധിക്കും. ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു.
കർത്താവെ പരിശുദ്ധാത്മാവിനാൽ ഞങ്ങളെ ആത്മാവിനാൽ ഞങ്ങളെ ജ്വലിപ്പിക്കണമേ, ഞങ്ങളെ വിശ്വസിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ നന്ദി, 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 നന്ദി. പ്രിയപ്പെട്ട പരിശുദ്ധാത്മാവേ നിറയണമേ. കണ്ണുകളടച്ച് കരങ്ങൾ നെഞ്ചോട് ചേർത്ത് വെച്ചു. മക്കള് വലിയ നിശബ്ദതയിലേക്ക് വരും. കണ്ണുകളടച്ച് കരങ്ങൾ നെഞ്ചോട് ചേർത്ത് വെച്ചു. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവേ എന്നിൽ നിറയണേ. പരിശുദ്ധാത്മാവേ നിങ്ങളുടെ ഹൃദയം നിങ്ങൾ കർത്താവിന് തുറന്നു കൊടുക്കും. ആത്മാവ് നമ്മളിൽ വന്ന് ആവസിക്കട്ടെ. നമ്മുടെ ജീവിതങ്ങളെല്ലാം പരിശുദ്ധാത്മാവ് നയിക്കട്ടെ. ആ ഒരു വലിയ ആഗ്രഹത്തോടെ, ഒത്തിരി സ്നേഹത്തോടെ പരിശുദ്ധാത്മാവിന്റെ മണവാട്ടിയായ പരിശുദ്ധ അമ്മയെ നമ്മുടെ അടുക്കലേക്ക് ചേർത്ത് പിടിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. ഈശോ മിശിഹായുടെ എല്ലാ വാഗ്ദാനങ്ങൾക്കും ഞങ്ങൾ യോഗ്യരാകുവാൻ പ്രിയപ്പെട്ടവരെ, നമുക്ക് കർത്താവ് നമുക്ക് തന്ന 2 വചനങ്ങൾ നിങ്ങൾ ഒരിക്കൽ കൂടി ഒന്ന് ശ്രദ്ധിക്കുക, നല്ലതാണ്. ജോബ് 42:2. കർത്താവിനെല്ലാം സാധിക്കും. അങ്ങനെയെങ്കിൽ ഈ 10 ദിവസത്തെ ഒരുക്കത്തില് ഞാൻ നിങ്ങളും പ്രാർത്ഥിക്കുകയാണ്. കർത്താവെ പരിശുദ്ധാത്മാവിനാൽ എന്നെ ഒന്ന് മാറ്റണേന്ന് പ്രാർത്ഥിക്കണം. നമ്മൾ പ്രാർത്ഥിക്കുക, എനിക്കറിയാം നിങ്ങളെല്ലാം പ്രാർത്ഥിക്കുന്നത് വരങ്ങൾ കിട്ടണം, ദാനങ്ങൾ കിട്ടണം, പ്രവചന വരം കിട്ടണം, അല്ലെങ്കിൽ കാര്യങ്ങളൊക്കെ നടക്കണം. എന്നാൽ നമ്മൾ ഇന്ന് പ്രാർത്ഥിക്കുക, ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നതും എല്ലാം പരിശുദ്ധാത്മാവ് വ്യക്തിപരമായി നമ്മളെ ഒന്ന് മാറ്റാനാണ് പ്രാർത്ഥിക്കുന്നത്. നമ്മുടെ ജീവിതത്തെ, നമ്മുടെ സ്വഭാവത്തെ, നമ്മുടെ ചിന്തകളെ, നമ്മുടെ ആറ്റിറ്റ്യൂഡിനെയൊക്കെ ഒന്ന് മാറ്റിയെടുക്കണം. നമുക്കത് വേണം. ഇപ്പൊ നിങ്ങളെല്ലാം ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോ അതിനു വേണ്ടിയാ പ്രാർത്ഥിക്കേണ്ടത്. അപ്പൊ ഞാൻ ഈ വചന ശുശ്രൂഷയ്ക്ക് വേണ്ടി ഒരുങ്ങുമ്പോ ഇന്നലെ മറ്റൊരു ധ്യാനം ഉണ്ടായിരുന്നു. അന്ന് കർത്താവ് എനിക്ക് മറ്റൊരു സ്വരം തന്നു. ആ സ്വരം വെച്ചാണ് ഞാൻ ധ്യാനത്തിന് വേണ്ടി ഒരുങ്ങിയത്. ഇന്ന് കർത്താവ് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് തന്നത് ഇങ്ങനെയാണ്: ആത്മാവിൽ പ്രാർത്ഥിക്കുക. അതാണ് ഈശോ നിൽക്കുന്നത്. ഒറ്റൊരു സെന്റൻസ് ഇങ്ങനെ ഒരു ഇതായിട്ട് പറയുകയാണ്, ആത്മാവിൽ പ്രാർത്ഥിക്കുക. അതിനെക്കുറിച്ച് വേണം ഇന്ന് ദൈവജനത്തോട് സംസാരിക്കാനെന്ന് ഈശോ പറഞ്ഞു. എനിക്ക് അതിനെക്കുറിച്ച് ഒന്നും തന്നെ അറിയത്തില്ല. ആത്മാവിൽ പ്രാർത്ഥിക്കുക, അതിനൊരു വചനമുണ്ടോ? ഇതൊക്കെയായിരുന്നു എൻ്റെ മനസ്സിൽ. എന്താണ് ഞാൻ പറയുക? ഇതെല്ലാം എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ ഈശോ എനിക്ക് തന്ന വചനമാണ് എഫേസോസ് 6:18. നിങ്ങൾ ബൈബിൾ ഉള്ളവർക്ക് ബൈബിൾ എടുക്കാം. എഫേസോസ് 6:18 വചനം പറയുകയാണ്, നിങ്ങൾ അപേക്ഷകളോടും യാചനകളോടും കൂടെ എല്ലാ സമയവും ആത്മാവിൽ പ്രാർത്ഥന നിരതരായിരിക്കുവിൻ. എന്താണ് വചനം പറഞ്ഞത്? നിങ്ങൾ അപേക്ഷകളോടും യാചനകളോടും കൂടെ എല്ലാ സമയവും ആത്മാവിൽ പ്രാർത്ഥന നിരതരായിരിക്കുവിൻ. കർത്താവ് പറഞ്ഞു എന്നോട് ആത്മാവിൽ പ്രാർത്ഥിക്കും. ഞാൻ വചനം എനിക്കറിയത്തില്ല അങ്ങനെ വചനം ഉണ്ടോന്ന്. ഞാൻ എങ്ങനെ പ്രാർത്ഥിക്കും? ഈശോ കൃത്യമായിട്ട് പറഞ്ഞു തരികയാണ് എനിക്ക്. എഫേസോസ് 6:18 ആത്മാവിൽ പ്രാർത്ഥന നിരതരായിരിക്കുവിൻ. പ്രിയപ്പെട്ടവരെ, പരിശുദ്ധാത്മാവിന്റെ കൃപാവരങ്ങൾ ജ്വലിക്കാൻ 10 ദിവസത്തെ ധ്യാനം നടത്തി കഴിയുമ്പോ നിന്റെ ജീവിതത്തിൽ സംഭവിക്കേണ്ടത് എന്താ? നീ ആത്മാവിൽ പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിയായിരിക്കണം. എന്ന് പറഞ്ഞാൽ ഹോളി സ്പിരിറ്റിൽ പ്രയർ ചെയ്യുന്ന ഒരു വ്യക്തിയായിരിക്കണം. നിന്റെ ജീവിതത്തിലെ എല്ലാ പ്രാർത്ഥനകളും പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ ഒരു പ്രാർത്ഥനയുള്ള വ്യക്തിയായിരിക്കും. നമുക്ക് വേണമെങ്കിൽ കുറേ നേരം കുറേ നീണ്ട നൊവേനകൾ ചൊല്ലാൻ പറ്റും, നീണ്ട പ്രാർത്ഥനകൾ നടത്താൻ പറ്റും, സൂമിൽ തന്നെ മണിക്കൂറുകൾ ഇരിക്കാൻ പറ്റും, ബൈബിള് വായിക്കാൻ പറ്റും. എന്നാൽ സ്വർഗം നിന്നോട് ആവശ്യപ്പെടുന്നത് നീ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ വ്യക്തിയാണെങ്കിൽ നിന്റെ പ്രാർത്ഥനകളെല്ലാം, നിന്റെ വചന വായനകളെല്ലാം, നിന്റെ ജപമാലകളെല്ലാം ആത്മാവിൽ നിറഞ്ഞതായിരിക്കണം. പരിശുദ്ധാത്മാവിലുള്ള ഒരു പ്രാർത്ഥനയായിരിക്കണം
പരിശുദ്ധാത്മാവിലുള്ള ഒരു പ്രവർത്തനമായിരിക്കണം. നമുക്കെല്ലാം അറിയാം, ദാനിയേലിന്റെ പുസ്തകം 13-ാമത്തെ അധ്യായത്തിൽ കർത്താവിന്റെ പ്രിയപ്പെട്ടവളായ സൂസന്നയെ കുറ്റം വിധിച്ച് ന്യായാധിപന്മാര് കൊലക്കളത്തിലേക്ക് കൊണ്ടുപോകുമ്പോ 12 വയസ്സുള്ള ദാനിയേൽ എന്ന് പറയുന്ന ബാലന്റെ ആത്മാവിനെ ദൈവം തൊട്ടുണർത്തി അവൻ ആത്മാവിൽ പ്രേരിതനായി അവിടെ കടന്നു വന്നെന്ന് വചനം എഴുതി വെച്ചിട്ടുണ്ട്. എന്തുകൊണ്ടാണ്? ആ വ്യക്തി, ആ കൊച്ചു ബാലനിൽ പരിശുദ്ധാത്മാവ് നിൽക്കുകയാണ്. പരിശുദ്ധാത്മാവിലാണ് അവൻ സംസാരിക്കുന്നത്. ദൈവത്തിന്റെ ആത്മാവിലാണ് അവൻ വ്യാപരിച്ചു കൊണ്ടിരിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, നമ്മളൊക്കെ എന്തൊക്കെ ചെയ്താലും, എന്തൊക്കെ ഭംഗിയായി വചനം പറഞ്ഞാലും, പരിശുദ്ധാത്മാവിലുള്ള ഒരു പ്രവർത്തനം കാഴ്ചവെക്കാൻ എനിക്ക് നിങ്ങൾക്കും പറ്റുന്നില്ലെങ്കിൽ നമ്മുടെ ജീവിതം വ്യർത്ഥമാണ്. ഇവിടെ നമ്മൾ സ്തുതിക്കുമ്പോൾ ചിലപ്പോൾ നമുക്ക് ദർശനങ്ങൾ കിട്ടും, വെളിപാടുകൾ കിട്ടും, ഈശോ നമ്മളോട് സംസാരിക്കും, ഒത്തിരി കാര്യങ്ങൾ നമുക്കറിയാമല്ലോ. എൻ്റെ ജീവിതത്തിൽ ഒത്തിരി അനുഭവങ്ങളുണ്ട്. നമ്മൾ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കും, കർത്താവ് വ്യക്തമായിട്ട് നമുക്ക് മെസ്സേജുകൾ തരും. ഇന്നതുപോലെ നിങ്ങൾ ചെയ്യണം, ഇന്നതേ ചെയ്യാവൂ, ഈശോ പറഞ്ഞു തരും. എല്ലാത്തിലും എനിക്ക് സന്തോഷമുണ്ട്. എന്നാൽ ഇന്ന് ഈശോയുടെ അടുത്തിരുന്ന ഈശോ പറഞ്ഞത് ഇങ്ങനെയാണ്: നീ എല്ലാം ആത്മാവിൽ ചെയ്യുക. എല്ലാം എന്ത് ചെയ്താൽ, എൻ്റെ കൂടെയുള്ള സിസ്റ്റേഴ്സ് എന്തെങ്കിലും ചെയ്തു കൊടുത്താലും അതെല്ലാം പരിശുദ്ധാത്മാവിൽ ചെയ്യുക. അങ്ങനെ ഞാൻ കേട്ടു തുടങ്ങിയപ്പോൾ, ഇന്ന് രാവിലെ ജപമാല ചൊല്ലിയപ്പോ, ഞങ്ങളുടെ സമൂഹ പ്രാർത്ഥന ചൊല്ലിയപ്പോഴെല്ലാം ഈ പരിശുദ്ധാത്മാവിൽ പ്രാർത്ഥിക്കാനുള്ള ഒരു പ്രേരണയാണ് എൻ്റെ ഉള്ളിലേക്ക് ഈശോ തരിക. അതുകൊണ്ട് എന്നെ ശ്രവിക്കുന്ന നിങ്ങളോട് എനിക്ക് പറയാനുള്ള ഒരു ആഗ്രഹം ഇതാണ്. പ്രിയപ്പെട്ടവരെ, ദൈവം നമ്മളിൽ നിന്ന് ആവശ്യപ്പെടുക എന്ത് ചെയ്താലും അത് പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ വിധത്തിൽ ചെയ്യുക, നീ പറയുക, നീ പ്രാർത്ഥിക്കുക. അപ്പോൾ എങ്ങനെയാണ് ഒരു വ്യക്തി ആത്മാവിൽ പ്രാർത്ഥിക്കുക? അതാണ് യൂദാസ്ലീഹ എഴുതിയ ലേഖനത്തിൽ 20-ാമത്തെ വചനത്തിൽ പ്രകാരം പറയുകയാണ്. യൂദാസ്ലീഹ എഴുതിയ ലേഖനത്തിൽ 20-ാമത്തെ വചനത്തിൽ പ്രകാരം പറയുകയാണ്: എന്നാൽ പ്രിയപ്പെട്ടവരെ, നിങ്ങൾ പരിശുദ്ധാത്മാവിനാൽ പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങളുടെ പവിത്രമായ വിശ്വാസത്തിൽ അഭിവൃദ്ധി പ്രാപിക്കും. അപ്പോൾ എഫേസ്യർ 6:18 പറഞ്ഞു, നിങ്ങൾ അപേക്ഷകളോടും യാചനകളോടും കൂടെ എല്ലാ സമയവും ആത്മാവിൽ പ്രാർത്ഥനാ നിരതരായിരിക്കണം. ഇപ്പോൾ ഇതാ വീണ്ടും വചനം പറയുകയാണ്: എന്നാൽ പ്രിയപ്പെട്ടവരെ, നിങ്ങൾ പരിശുദ്ധാത്മാവിൽ പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങളുടെ പവിത്രമായ വിശ്വാസത്തിൽ അഭിവൃദ്ധി പ്രാപിക്കുവിൻ. അപ്പോൾ പരിശുദ്ധാത്മാവിൽ പ്രാർത്ഥിച്ചാലാണ് നമുക്ക് ആത്മീയമായ ഒരു അഭിവൃദ്ധി ഉണ്ടാവുക. നമുക്ക് അഭിവൃദ്ധി ഉണ്ടാകും, സമൃദ്ധി ഉണ്ടാകുന്നത് എപ്പോഴാ? പരിശുദ്ധാത്മാവിൽ പ്രാർത്ഥിക്കുമ്പോഴാണ്. അപ്പൊ ഇന്ന് എനിക്കറിയാം, ദിവ്യകരുണയുടെ സമൂഹത്തിലുള്ള നിങ്ങളെല്ലാം നിരന്തരം പ്രാർത്ഥിക്കുന്നവരാണ്, ബൈബിള് വായിക്കുന്നവരാണ്, സൂമിൽ പ്രയറിൽ പങ്കുചേരുന്നവരാണ്, മാക്സിമം നന്മ ചെയ്യുന്നവരാണ്. എന്നാൽ ഈശോ പറയുകയാണ്, ഈ പ്രാർത്ഥനാ രീതി അഭിവൃദ്ധി പ്രാപിക്കുന്ന ഒരു തലത്തിലേക്ക് എത്തണം. ഒത്തിരി മുകളിലേക്ക് കയറിപ്പോകുന്ന ഒരു തലത്തിലേക്ക് എത്തണം. അപ്പോൾ ഞാൻ ഒരു ഉദാഹരണം നിങ്ങളോട് പറയാം. എനിക്ക് നിങ്ങൾക്കൊക്കെ കഴുകനെ നന്നായിട്ട് അറിയാം, നമ്മൾ കണ്ടിട്ടുണ്ട്. കഴുകൻ ഒത്തിരി ഉയർന്നു പറക്കുന്ന കഴുകനാണ്, ഒത്തിരി ഉയർന്നു പറക്കുന്ന കഴുകൻ. നമ്മൾ കുഞ്ഞിലെയൊക്കെ നമ്മളിങ്ങനെ നോക്കി നിന്നിട്ടുണ്ട്. കോഴിക്കുഞ്ഞിനെ പിടിച്ചുകൊണ്ട് പോകാതിരിക്കാൻ വേണ്ടി നമ്മൾ അതിനെ, അമ്മ പറയും, കഴുകൻ വരും, കോഴിക്കുഞ്ഞിനെ കൊണ്ടുപോകും, നോക്കിക്കൊണ്ടിരിക്കണം. അപ്പൊ നമ്മൾ കുഞ്ഞായിരിക്കാൻ നമുക്ക് അതിനെ കാണുമ്പോൾ പേടിയാണ്, നമ്മൾ ആരാധനയോട് നോക്കുകയാണ്, ഒത്തിരി ഉയരത്തിൽ പറക്കുകയാണ്. അപ്പോൾ ഈ കഴുകൻ, അതായത് ഒരു ആൺകഴുകനും ഒരു പെൺകഴുകനും, ആൺകഴുകനും പെൺകഴുകനെയും കുറിച്ച് നമ്മൾ പറയുമ്പോൾ, ഈ ആൺകഴുകന് ഭാരം കുറവാണ്, വെയിറ്റ് കുറവാണ്. ഏകദേശം ഒരു 8-9 പൗണ്ട്സ് അത്രയും വെയിറ്റേ ഉള്ളൂ. അതിന്റെ ചിറകുകൾക്കാണെങ്കിൽ 6.5 ഇഞ്ച് വീതിയാണ് അതിന്റെ ചിറകുകൾക്ക്. ഇതാണ് ആൺകഴുകന്റെ പ്രത്യേകത. എന്നാൽ പെൺകഴുകന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ, ഈ പെൺകഴുകന് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ കുറെ കൂടി കനവുണ്ട്. ഒരു 15-16 പൗണ്ട്സ് മാസ ഭാരമുള്ളതാണ്. എന്നാൽ അതിന്റെ ചിറകിനാണെങ്കിൽ ഒരു 8 ഫീറ്റ്, 6.5 ഒരു 8 ഫീറ്റ് വീതിയുണ്ട് അതിന്റെ ചിറകിന്. ഈ കഴുകൻ ആകാശത്തിലേക്ക് ഇങ്ങനെ പറക്കുമ്പോൾ, ഈ കഴുകന് ഈ അറ്റ്മോസ്ഫിയർ കിട്ടുന്നില്ലെങ്കിൽ, അവിടെ എയർ ഇല്ലെങ്കിൽ, അവിടെ വിൻഡ് ഇല്ലെങ്കിൽ ഈ കഴുകന് ഒരിക്കലും പറക്കാൻ പറ്റില്ല. മുകളിലേക്ക് പറക്കണമെങ്കിൽ ഈ കഴുകന് ഒരു അറ്റ്മോസ്ഫിയർ വേണം. അതുപോലെ തന്നെ അതിന്
വിൻഡ് വേണം, അവിടെ എയർ ഉണ്ടാവണം. അതിന്റെ ചിറകുകളെ ദൈവം അങ്ങനെയാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. അപ്പോൾ ഇത് ഇങ്ങനെ ഉയരത്തിൽ പറക്കാൻ ഇതിന് 3 കാര്യങ്ങൾ വേണം. അപ്പൊ ഞാൻ നിങ്ങളോട് ഇന്ന് പറഞ്ഞു വെക്കുന്നത് ആത്മാവിൽ എങ്ങനെയാണ് പ്രാർത്ഥിക്കേണ്ടത് എന്നുള്ളതിനെ കുറിച്ചാണ്. അപ്പോൾ നമ്മൾ പരിശുദ്ധാത്മാവിനോട് പരിശുദ്ധാത്മാവെല്ലാം നിറയണേ നിറയണേ എന്ന് കുറെ നേരം സ്തുതിക്കാം. ചിലപ്പോൾ 1000 തവണ പറയാം, ചിലപ്പോൾ 300 തവണ പറയാം, ഇതൊക്കെ ചെയ്യുന്നുണ്ടാവും. എന്നാൽ ഈ അഭിവൃദ്ധി പ്രാപിക്കുന്ന ഈ ഉയരത്തിലുള്ള പറക്കലിന് ഈ കഴുകന് വേണ്ട 3 കാര്യങ്ങൾ എന്നതുപോലെ എനിക്കും നിങ്ങൾക്കും ആത്മാവിൽ ഉയർന്നു പറക്കാൻ 3 കാര്യങ്ങൾ ആവശ്യമാണ്. പരിശുദ്ധാത്മാവിന്റെ വലിയ നിറവ് കിട്ടാൻ 3 കാര്യങ്ങൾ നമുക്ക് ആവശ്യമുണ്ട്. അതിൽ ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് എൻ്റെ കുറവിനെ ഞാൻ അംഗീകരിക്കുക എന്നുള്ളതാണ്. എൻ്റെ കുറവിനെ ഞാൻ അംഗീകരിക്കണം. എൻ്റെ കുറവ്, എൻ്റെ ഇന്നബിലിറ്റി എത്ര മാത്രമാണെന്ന് ഞാൻ അഡ്മിറ്റ് ചെയ്യുന്നതാണ് ഈ ആത്മാവിൽ പ്രാർത്ഥിക്കാൻ ഒരു വ്യക്തിക്ക് ആദ്യം വേണ്ട കാര്യം എന്ന് പറയുക. അഡ്മിറ്റ് ചെയ്യുക, ഞാൻ എന്താണ്, ഞാൻ കുറവുള്ള ആളാണ്, എനിക്ക് പോരായ്മയുണ്ട്. ഒരു മദ്യപാനി, ആ മദ്യപാനി ഭയങ്കരമായിട്ട് പരിശുദ്ധമായി പ്രാർത്ഥിക്കും, ഭാഷാവരമുണ്ട്, വചനം എല്ലാം ഉണ്ട്. പക്ഷേ അവന്റെ ജീവിതത്തിലെ ഈ ആസക്തിയെ അവന് മാറ്റാൻ പറ്റുന്നില്ലെങ്കിൽ അവന് പരിശുദ്ധാത്മാവിലുള്ള ഒരു പ്രാർത്ഥന അവിടെ നടക്കുന്നില്ല. നമ്മൾ നോക്കുമ്പോൾ വലിയ മറുഭാഷ നടക്കുന്നുണ്ട്. മനസ്സ് നിറച്ച് വെറുപ്പ് വെച്ച് പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിയാകും, പക്ഷെ അവന്റെ പ്രാർത്ഥന ആത്മാവിലല്ല. അപ്പോൾ ദൈവം പറയുകയാണ്, നീ ആത്മാവിൽ ഉയർന്നു പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ നീ ആദ്യം എന്ത് ചെയ്യണം? അഡ്മിറ്റ് ചെയ്യണം. നിന്റെ ഇന്നബിലിറ്റി, നിന്റെ കുറവിനെ നീ അഡ്മിറ്റ് ചെയ്യണം. അതിനായിട്ട് നീ ചെയ്യേണ്ടത് 3 കാര്യങ്ങളാണ്. ഈ അഡ്മിറ്റ് ചെയ്യാൻ എന്താ ചെയ്യേണ്ടത്? ആദ്യം നീ ചെയ്യേണ്ടത് കുമ്പസാരക്കൂട്ടിലേക്ക് ഒരു യാത്രയാണ്. ഈ പന്തക്കുസ്താ ദിനത്തിന് വേണ്ടി ഈ കൂട്ടായ്മയിൽ ഒരുങ്ങി പ്രാർത്ഥിക്കുന്ന എൻ്റെ മക്കളോട് എനിക്ക് പറയാൻ, ഒന്നാമത്തെ കാര്യം, നീ കൺഫെഷൻ നടത്തണം. നീ പോയി ചുമ്മാ ഒരു കൺഫെഷൻ അല്ല, ഈ 1 മാസം ആയല്ലോ എനിക്ക് കുമ്പസാരിക്കാതിരിക്കാൻ പറ്റിയല്ല അതുകൊണ്ട് പോയി കുമ്പസാരിക്കുക, അങ്ങനെയല്ല. എല്ലാം പറയുന്ന, അഡ്മിറ്റ് ചെയ്യുന്ന, എന്നെ എന്തും വിചാരിച്ചോട്ടെ എല്ലാം തുറന്നു പറയുന്ന ഒരു കൺഫെഷൻ നടത്തണം. 2, നിന്റെ ഭാഗത്ത് നിന്ന് ഒരു പരിശ്രമം ഉണ്ടാകണം. നീ തന്നെ പ്രാർത്ഥിക്കാനുള്ള ഒരു ശ്രമം നിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകണം. നീ അഡ്മിറ്റ് ചെയ്യണം, നീ ഇന്ന വ്യക്തിയാണ്, നിനക്ക് കുറവുണ്ട്, നിനക്ക് പോരായ്മയുണ്ട്. നീ അഡ്മിറ്റ് ചെയ്തിട്ട് നിന്റെ ഭാഗത്തുനിന്ന് ഒരു ശ്രമം നടത്തണം. 3-ാമത്തെ ഒരു കാര്യം എന്ന് പറയുക, നീ കൺഫെഷൻ നടത്തുന്നതും നീ പ്രാർത്ഥിക്കുന്നതും ഒന്നും നിനക്ക് ഭൗതികമായ അനുഗ്രഹം കിട്ടാനല്ല, മറിച്ച് ഇത് നിന്റെ സ്പിരിച്വൽ ആക്ടിവിറ്റിയാണ്, നിന്റെ ആത്മാവിന്റെ ആക്ടിവിറ്റിയാണ്. നമ്മളത് മനസ്സിലാക്കുന്നില്ല. നമ്മളിപ്പോ പ്രാർത്ഥിക്കുമ്പോൾ ഭൗതികതയും ആത്മീയതയും എല്ലാം ഇങ്ങനെ കൂട്ടിക്കുഴച്ച് പ്രാർത്ഥിക്കാൻ നിയോഗം വെക്കുമ്പോൾ ഒന്ന് നമ്മൾ പ്രാർത്ഥിക്കും, കർത്താവ് എനിക്ക് വിശുദ്ധിയാകണം, 2 കർത്താവ് എനിക്ക് ആ കാര്യം സാധിച്ചു കിട്ടും. ഇത് രണ്ടും നമ്മൾ ഇങ്ങനെ ചേർത്ത് വെക്കുകയാണ്. എന്നാൽ എനിക്ക് നിങ്ങളോട് പറയാൻ, ഈ പന്തക്കുസ്താ ദിനത്തിന് വേണ്ടി ഒരുങ്ങുമ്പോൾ ഇത് നിന്റെ ഒരു സ്പിരിച്വൽ ആക്ടിവിറ്റിയാണ്. ഇതാണ് നമ്പർ 1. ഇത് നീ തിരിച്ചറിയണം. അപ്പൊ നിനക്ക് സ്ട്രഗിൾസ് ഒത്തിരി ഉണ്ടാകും, എന്നാൽ അതെല്ലാം ഈശോയ്ക്ക് കൊടുത്ത് നീ നിന്നെ തന്നെ അഡ്മിറ്റ് ചെയ്യുന്ന ഈ കൺഫെഷൻ തലത്തിലേക്ക് നീ വരണം. കുറവില്ലെന്ന് നമുക്ക് ആർക്കും പറയാൻ പറ്റില്ല. എത്രയോ തവണ നമ്മൾ മറ്റുള്ളവരുടെ കുറ്റം പറയുന്നു, കുറ്റം കാണുന്നു. എന്തെല്ലാം നമുക്ക് കുറവുകളുണ്ട് പ്രിയപ്പെട്ടവരെ. നമ്മുടെ കുടുംബ ജീവിതത്തിൽ നിങ്ങൾ തന്നെ സ്വയം ചിന്തിച്ചു നോക്കുക. നിങ്ങളുടെ ജോലി മേഖലകളിൽ ചിന്തിച്ചു നോക്കുക. വേണ്ട, ഈ മിനിസ്ട്രിയിൽ തന്നെ നമ്മൾ ചിന്തിച്ചു നോക്കുക. ഒരാൾ നമ്മളെക്കാൾ കൂടുതൽ പ്രാർത്ഥിക്കുമ്പോൾ, നമ്മളെക്കാൾ കൂടുതൽ ഇച്ചിരി അംഗീകരിക്കപ്പെടുമ്പോൾ നമുക്ക് തോന്നുന്ന ബുദ്ധിമുട്ടുകൾ. ഇപ്പൊ ദൈവത്തിന്റെ പരിശുദ്ധാത്മ അഭിഷേകത്തിന് വേണ്ടി ഒരുങ്ങി പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിയാണ് നീയെങ്കിൽ സ്വർഗം നിന്നോട് പറയുകയാണ്, പ്രിയപ്പെട്ട മകനെ, മകളെ, നീ ആദ്യം നിന്റെ കുറവിനെ ഒന്ന് അഡ്മിറ്റ് ചെയ്യുക. എനിക്ക് ഇന്ന കുറവുണ്ട്. എന്നിട്ട് നീ കുമ്പസാരക്കുട്ടിലേക്ക് പോകണം. ഈ കഴുകനെ പോലെ ഉയർന്നു പറക്കാൻ അവൻ അറ്റ്മോസ്ഫിയറും അവന് എയറും വിൻഡും വേണം. കാരണം അവന്റെ ശരീരം അങ്ങനെ ഷേപ്പ് ചെയ്തിരിക്കുന്ന സ്വർഗം. ഒരു വ്യക്തിയുടെ ആത്മാവ് പരിശുദ്ധാത്മാവിൽ പ്രാർത്ഥിക്കാൻ സ്വർഗം അവനോട് ആവശ്യപ്പെടുകയാണ്, നീ ഇന്ന കാര്യങ്ങൾ ചെയ്യണം. ഇനി 2-ാമത്തെ കാര്യം എന്താണ്? 2-ാമത്തെ കാര്യം പറഞ്ഞുതരാം. 2-ാമത്തെ കാര്യം ഇതാണ്, എൻജോയിങ് ലിവിങ് കമ്മ്യൂണിയൻ വിത്ത് ഗോഡ് എന്ന് പറഞ്ഞാൽ സന്തോഷിക്കണം. നിനക്ക് പ്രാർത്ഥന ഒരു മടുപ്പായിട്ട് തോന്നരുത്. ഈ പ്രാർത്ഥിക്കണം, സൂം പ്രയർ തുടങ്ങാറായി, പെട്ടെന്ന് ഇതൊരു മടുപ്പായിട്ടല്ല തോന്നേണ്ടത്, ഇത് ആനന്ദമായിട്ട് എനിക്ക് തോന്നണം. ഇതൊരു ആനന്ദമായിട്ട് എനിക്ക് തോന്നി ഈ എൻജോയ്മെന്റ് വേണം എന്നെ ആ പ്രാർത്ഥനയിലേക്ക് എത്തിക്കാൻ.
എനിക്കിതിൽ ഈ ഒരു എൻ്റെ ഉള്ളിലെ ഒരു ത്വര, ഒരു സന്തോഷം എന്നെ ആ പ്രാർത്ഥനയിലേക്ക് എത്തിക്കും. അപ്പൊ എൻജോയിങ് ലിവിങ് കമ്മ്യൂണിയൻ വിത്ത് ഗോഡ് എന്ന് പറഞ്ഞാൽ ഒരു ഷെയറിംഗ് ആണ്. എൻ്റെ കർത്താവിന് എൻ്റെ ജീവിതത്തിന്റെ ഭാഗം ഞാൻ കൊടുക്കുകയാണ്. അപ്പൊ ഈ എൻജോയ്മെന്റ്, അതായത് എൻ്റെ ഉള്ളിൽ പ്രാർത്ഥിക്കാൻ ഒരാനന്ദം ഉണ്ടെങ്കിൽ ഞാൻ ഫോഴ്സ് ചെയ്യേണ്ട കാര്യമില്ല. എന്തുകൊണ്ടാണ് നമ്മുടെ കുടുംബത്തിൽ ഇന്ന് പലരെയും നമ്മൾ ഫോഴ്സ് ചെയ്ത് വേണം പ്രാർത്ഥിക്കാൻ കൊണ്ടുപോകാൻ, പലരെയും പള്ളിയിൽ കൊണ്ടുപോകണം, ഫോഴ്സ് ചെയ്യണം. എന്തുകൊണ്ടാ? ആ എൻജോയ്മെന്റ് ഇല്ല, ആ ഒരു കമ്മ്യൂണിയൻ ഇല്ല, ഒരു ജീവിക്കുന്ന ഒരു എൻജോയ്മെന്റ് ഇല്ല. പലരും പറയൂലോ, ധ്യാനം കൂടിക്കഴിഞ്ഞ് ഒരാഴ്ച 2 ആഴ്ച കഴിയുമ്പം എല്ലാം തീരും, താഴോട്ട് പോവുകയാണ്. ആ എൻജോയ്മെന്റ് ഇല്ല. എന്തോ ഒരു കുഞ്ഞു കാര്യം അവനെ ഇച്ചിരി അങ്ങ് മുന്നോട്ട് കയറ്റി ഉരുത്തി വീണ്ടും അവൻ താഴോട്ട് പോയി. അത് ആത്മാവിൽ ആ ഒരു എൻജോയ്മെന്റ്, അതിന് ആദ്യത്തെ ഈ കൺഫെഷൻ, ഈ അഡ്മിഷൻ നടന്നാലാണ് ഈ എൻജോയ്മെന്റിലേക്ക് നമ്മൾ മാറുള്ളൂ, നമുക്കൊരു ആനന്ദം കിട്ടുള്ളൂ. കർത്താവെ, അങ്ങയുടെ ആനന്ദത്തിന്റെ പൂർണ്ണതയാൽ എന്നെ നിറയ്ക്കണമേ, അങ്ങയുടെ സന്നദ്ധിയിലാണ് ശാശ്വതമായ ആനന്ദമെന്ന് സങ്കീർത്തകൻ ഉറക്കെ വിളിച്ചു പറയുമ്പോ അദ്ദേഹം പറയുന്നൊരു കാര്യമുണ്ട്. 51 സങ്കീർത്തനത്തില്, കർത്താവെ, അങ്ങയുടെ പരിശുദ്ധാത്മാവിനെ എന്നിൽ നിന്ന് എടുത്ത് കളയരുത്, അങ്ങയുടെ പരിശുദ്ധാത്മാവിനെ എന്നിൽ നിന്ന് എടുത്ത് കളയരുത്. ഈ പരിശുദ്ധാത്മാവ് ഉള്ളത് കൊണ്ട് ആനന്ദം നിൽക്കുകയാണ്. നിങ്ങൾ സ്വയം ഒന്ന് ചിന്തിച്ച്, ഉള്ളിന്റെ ഉള്ളിൽ ആനന്ദമാണോ, ടെൻഷനാണോ, പരാതിയാണോ, പരിഭവമാണോ? കർത്താവ് നമ്മോട് പറയാണ് എൻജോയ്മെന്റ്. പ്രാർത്ഥിക്കാൻ എന്നാ സങ്കടം ഉണ്ടെങ്കിലും ഓടി പ്രാർത്ഥനയിലേക്ക് വരുമ്പോൾ കിട്ടുന്ന ഒരു എൻജോയ്മെന്റ് നമ്മളെ പ്രേരിപ്പിക്കണം. ഈ ആനന്ദമാണ് നമ്മളെ പ്രേരിപ്പിക്കേണ്ടത്. ഇനി മൂന്നാമതൊരു കാര്യമുണ്ട്. നമ്മൾ കൺഫെഷൻ നടത്തി നമ്മളെ തന്നെ അംഗീകരിച്ച് ഈ ഒരു ആനന്ദത്തിൽ പ്രാർത്ഥിക്കാൻ ഒരുങ്ങുമ്പോൾ മൂന്നാമതൊരു കാര്യം നടക്കും. എന്റെയും നിങ്ങളുടെയും ജീവിതത്തില് അത് ഞാനും നിങ്ങളും സ്വയം ചെയ്യേണ്ട ഒരു കാര്യമാണ്. കർത്താവിൻ്റെ വാഗ്ദാനം കിട്ടാൻ, അവന്റെ സാന്നിധ്യം കിട്ടാൻ ഞാനും നിങ്ങളും ശാഠ്യം പിടിച്ച് കരയണം. മറ്റൊന്നിനു വേണ്ടിയല്ല, കർത്താവിന്റെ സാന്നിധ്യം കിട്ടണം. അവൻ പറഞ്ഞ ഈ വാഗ്ദാനം, പരിശുദ്ധാത്മാവിന്റെ ആ വാഗ്ദാനം, എൻ്റെ പിതാവിന്റെ വാഗ്ദാനം ഞാൻ നിങ്ങളുടെ മേൽ അയക്കുന്നു. ആ വാഗ്ദാനമാണ് പരിശുദ്ധാത്മാവ്. ആ പരിശുദ്ധാത്മാവിനെ കിട്ടാൻ അപ്പോഴാണ് നമ്മൾ കരയേണ്ടത്. ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം ഇന്ന് ഈ പന്തക്കുസ്താ ദിനങ്ങളിൽ ലോകമെമ്പാടും പലതരത്തിൽ ശുശ്രൂഷകൾ നടക്കുന്നു, ഒത്തിരി പേര് പ്രാർത്ഥിക്കുന്നു, ധ്യാനം കൂടുന്നു. ഈ കരച്ചില് എല്ലായിടത്തും ഉണ്ട്, ഈ ശാഠ്യം പിടിക്കലുണ്ട്. പക്ഷെ ആദ്യത്തെ 2 കാര്യങ്ങളിൽ കുറവ് വരുന്നുണ്ട്. അഡ്മിഷൻ കുറവ് വരുന്നുണ്ട്, എൻജോയ്മെന്റിന് കുറവ് വരുന്നുണ്ട്. ഫോഴ്സ് ചെയ്ത് കരഞ്ഞോണ്ടിരിക്കും എല്ലാരും. പരിശുദ്ധാത്മാവിനെ തരണേ. ഒരാൾ പറയുകയാണ്, നിങ്ങൾ പരിശുദ്ധാത്മാവിനെ കിട്ടാൻ വേണ്ടി ഈ വചനം 500 പ്രാവശ്യം പ്രാർത്ഥിച്ചു, ഉടനെ അത് പ്രാർത്ഥിക്കും. വേറൊരാൾ പറയുകയാണ്, നീ 10 കൊന്ത ചൊല്ലി പ്രാർത്ഥിച്ചു, നിനക്ക് പരിശുദ്ധാത്മാവിനെ അനോയിന്റിങ് കിട്ടും, അത് ചെല്ലും. ഞാൻ അതൊന്നും അല്ല പ്രിയപ്പെട്ടവരെ നിങ്ങളോട് പറയുക. നമ്മുടെ ജീവിതത്തിലെ 1ഉം 2ഉം കാര്യങ്ങൾ നടക്കുമ്പോ ഈ ശാഠ്യം പിടിക്കലില് വലിയൊരു അഭിഷേകം നിറയുമ്പോ കൃപ നമ്മളിലേക്ക് സാവധാനം ഒഴുകിക്കൊണ്ടേയിരിക്കും. ഈശോ ജോർദാൻ നദിയിലേക്ക് ഇറങ്ങി നിന്ന്, മത്തായിയുടെ സുവിശേഷത്തില് നമുക്ക് കാണാൻ പറ്റും. ജോർദാൻ നദിയിലേക്ക് ഈശോ ഇറങ്ങി നിന്നപ്പോ പരിശുദ്ധാത്മാവ് അവന്റെ മേലിങ്ങ് ഇറങ്ങി വന്നു. അവിടെ ഒരു ശാഠ്യം പിടിച്ചലോ കരച്ചിലോ ഒന്നും കണ്ടില്ല. അവിടെ എളിമപ്പെട്ട് സ്നാപകന്റെ മുമ്പില് ഈശോ ഇറങ്ങി നിന്നപ്പോ, അവനൊന്ന് താണുകൊടുത്തപ്പോ, സ്നാപകനേക്കാൾ ചെറുതായി അവൻ നിന്നുകൊടുത്തപ്പോ സ്വർഗം താനേ ഇറങ്ങി വന്നു, അവിടേക്ക് ഇറങ്ങി വരികയാണ്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിലെ എളിമപ്പെടലിന് തലമില്ലാത്തപ്പോ, നമ്മുടെ ജീവിതത്തിൽ ഈ എൻജോയ്മെന്റ് എളിമപ്പെടുമ്പോൾ ഉണ്ടാകുന്ന, കുമ്പസാരിക്കുമ്പോൾ എന്നെ തന്നെ താഴ്ത്തുമ്പോൾ എനിക്കുണ്ടാകുന്ന ഈ എൻജോയ്മെന്റ് ആനന്ദമില്ലാത്തപ്പോ നമ്മൾ എത്ര ശാഠ്യം പിടിച്ച് കരഞ്ഞാലും അല്പനേരത്തെ ഒരു ആനന്ദം, ഒരു അഭിഷേകം കിട്ടുള്ളൂ. നമുക്ക് വേണ്ട അഭിഷേകം പ്രിയപ്പെട്ടവരെ മരണം വരെ നിലനിൽക്കുന്ന അഭിഷേകം വേണ്ടത്. അതിനുവേണ്ടി നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്. നമ്മൾ എല്ലാ വർഷവും പന്തക്കുസ്താ ദിനത്തിൽ ഇങ്ങനെ സ്തുതിച്ച് പ്രാർത്ഥിച്ച് ആരാധിക്കുന്നുണ്ട്. ആ അഭിഷേകം മരണം വരെ നിലനിൽക്കുന്ന ഒരു അഭിഷേകമാണ്. ശിഷ്യന്മാർ ആ സെഹിയോൻ ശാലയിൽ ഒരുമിച്ച് കൂടി പ്രാർത്ഥിച്ചതിന് ശേഷം വീണ്ടും ഒരു അഗ്നി ഇറങ്ങിയതായിട്ട് അവർ കാണുന്നില്ല. ആ കിട്ടിയ അഗ്നി അവരെ ദഹിപ്പിച്ചു കളഞ്ഞു. നമ്മുടെ ഈ പന്തക്കുസ്താ ദിനത്തിന്റെ തിരുനാൾ ആഘോഷത്തിൽ നമുക്ക് കിട്ടുന്ന അഗ്നി നമ്മുടെ ജീവിതത്തിൽ മരണം വരെ ദഹിപ്പിക്കുന്ന ഒരു അഗ്നിയായിരിക്കണം. അത് നമ്മളില് രൂഢമൂലമാകാനാ സ്വർഗം ആഗ്രഹിക്കുന്ന പ്രിയപ്പെട്ടവരെ.
അതുകൊണ്ട് വചനം പറയാണ്, പരിശുദ്ധാത്മാവിൽ പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങളുടെ പവിത്രമായ വിശ്വാസത്തിൽ നിങ്ങൾ അഭിവൃദ്ധി പ്രാപിക്കുവിൻ. മറന്നു കളയരുത്. 3 കാര്യങ്ങളാണ് എനിക്ക് നിങ്ങൾക്കും ആത്മാവിൽ ഉയർന്നു പറക്കാൻ, ആത്മാവിൽ പ്രാർത്ഥിക്കാൻ വേണ്ടത്. എന്നെ തന്നെ അംഗീകരിക്കുന്ന, എന്നെ തന്നെ അക്സെപ്റ്റ് ചെയ്യുന്ന, എൻ്റെ ജീവിതത്തെ ഏൽപ്പിച്ചു കൊടുക്കുന്ന, ജോർദാൻ നദിയിലേക്ക് ഇറങ്ങി ഈശോയെ പോലെ താന്നു കൊടുക്കുന്ന, എളിമപ്പെടുന്ന ഒരു മനസ്സ് വേണം. അവിടെ ഈശോ ജോർദാൻ നദിയിൽ ഇറങ്ങി നിന്നപ്പോ അവനെ ആരും തള്ളിവിട്ടതല്ല, അവൻ തനിയെ ഇറങ്ങി. ആ ഉള്ളിന്റെ ഉള്ളിലെ ആനന്ദം, തൃത്വം വെളിപ്പെടുന്ന ആ സ്വർഗീയ നിമിഷത്തിലേക്ക് കർത്താവ് അങ്ങ് ഇറങ്ങി നിൽക്കുക. അവൻ നിന്നു കൊടുക്കുവാണ്. അവിടെ പിതാവ് ഇറങ്ങി വന്നു, അവിടെ പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്നു. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ ഈ ഒരു തലം ഉണ്ടാവണം. എല്ലാ മക്കളും ഒന്ന് കണ്ണുകൾ അടച്ചേ. എന്നെ ശ്രവിക്കുന്ന എല്ലാ മക്കളും ഇപ്പൊ തന്നെ നമ്മുടെ എല്ലാ കുറവുകളെല്ലാം ഒന്ന് കണ്ട് ഈശോയുടെ മുൻപിലേക്ക് നമ്മുടെ ജീവിതത്തിലെ കുറവുകളെല്ലാം ഒന്ന് ചേർത്ത് വെക്കണം. എല്ലാവരും ഒന്ന് കണ്ണുകൾ അടച്ച്, ആരും ആരെയും ശ്രദ്ധിക്കണം. എല്ലാവരും ഒന്ന് കണ്ണുകൾ അടച്ചേ, കരങ്ങൾ കൂട്ടിപ്പിടിച്ചേ. ഇന്ന് ഈ കൂട്ടായ്മയിലായിരിക്കുന്ന എല്ലാ മക്കളും മത്തായിയുടെ സുവിശേഷം 3-ാം അധ്യായം ഞാൻ വായിക്കുകയാണ്. 13 മുതലുള്ള വചനങ്ങൾ. യേശുവിന്റെ ജ്ഞാനസ്നാനം. യേശു യോഹന്നാനിൽ നിന്ന് സ്നാനം സ്വീകരിക്കാൻ ഗലീലയിൽ നിന്ന് യോർദാനിൽ അവന്റെ അടുത്തേക്ക് വന്നു. ഞാൻ നിന്നിൽ നിന്ന് സ്നാനം സ്വീകരിക്കേണ്ടിയിരിക്കെ നീ എന്റെ അടുത്തേക്ക് വരുന്നുവോ എന്ന് ചോദിച്ചുകൊണ്ട് യോഹന്നാൻ അവനെ തടഞ്ഞു. എന്നാൽ യേശു പറഞ്ഞു, ഇപ്പോൾ ഇത് സമ്മതിക്കുക, അങ്ങനെ സർവ്വനീതിയും പൂർത്തിയാക്കുക നമുക്ക് ഉചിതമാണ്. അവൻ സമ്മതിച്ചു. സ്നാനം കഴിഞ്ഞയുടൻ യേശു വെള്ളത്തിൽ നിന്ന് കയറി. അപ്പോൾ സ്വർഗം തുറക്കപ്പെട്ടു. ദൈവാത്മാവ് പ്രാവിന്റെ രൂപത്തിൽ അവന്റെ മേൽ ഇറങ്ങി വരുന്നത് അവൻ കണ്ടു. ഇവൻ എന്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്ന സ്വരം സ്വർഗത്തിൽ നിന്ന് കേൾക്കുകയും ചെയ്തു. പ്രിയപ്പെട്ട മക്കളെ, കണ്ണുകളടച്ച് ജോർദാൻ നദിയിലേക്ക് ഇറങ്ങി നിന്ന ഈശോയെ പോലെ ഇന്ന് ഈ കൂട്ടായ്മയിലായിരിക്കുന്ന എല്ലാ മക്കളും ഒന്ന് കണ്ണുകളടച്ച് സ്വയം എളിമപ്പെട്ടെ. വന്നുപോയ എല്ലാ വീഴ്ചകൾ ഇത്രയേ ഉള്ളൂ ഈശോയെ. നന്മ ചിന്തിക്കാനോ പറയാനോ എനിക്ക് പറ്റുന്നില്ല. മനസ്സിലോ ശരീരത്തിലോ ആത്മാവിലോ അശുദ്ധി കടന്നു വന്നിട്ടുണ്ടെങ്കിൽ അതെല്ലാം ചേർത്ത് വെച്ചിട്ട് എളിമപ്പെട്ട് ഒരു ആത്മീയ ആനന്ദത്തോടെ നിനക്ക് മരണം വരെ നിലനിൽക്കുന്ന ഒരു അഭിഷേകത്തിന് വേണ്ടി കൊതിച്ചുകൊണ്ട് ഒന്ന് സ്വരമുയർത്തി എല്ലാ മക്കളും സ്തുതിച്ചു പ്രാർത്ഥിച്ചേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈശോയെ സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു. കർത്താവേ, നിന്റെ പരിശുദ്ധാത്മാവിനെ ഈ കൂട്ടായ്മയിലേക്ക് അയക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ മക്കളും അതരം തുറന്ന് സ്തുതിക്കട്ടെ. ആരെ ശ്രദ്ധിക്കട്ടെ, എല്ലാവരും സ്തുതിച്ച് പ്രാർത്ഥിക്കട്ടെ. ആരാധന, ആരാധന, ആരാധന. കർത്താവേ, കൂട്ടായ്മയിലായിരിക്കുന്ന മക്കൾക്കെല്ലാം മരണം വരെ നിലനിൽക്കുന്ന ഒരു അഭിഷേകം, വലിയ ഫയർ അനോയിന്റിംഗ് ഇവിടെ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഈശോയെ ജോർദാൻ നദിയിൽ വെളിപ്പെട്ട തൃത്വത്തിന്റെ വലിയ സാന്നിധ്യം ഈ കൂട്ടായ്മയിലേക്ക് പ്രാർത്ഥിക്കുന്ന ഒരു സമൂഹമായി ഒരു മാറുവാൻ കർത്താവേ കൃപ തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പരിശുദ്ധാത്മാവേ, ഓ പ്രിയപ്പെട്ട പരിശുദ്ധാത്മാവേ, അഭിഷേകം ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. എല്ലാ ഹൃദയങ്ങളും പ്രാർത്ഥിക്കട്ടെ. നമ്മളോട് പറഞ്ഞേ, പരിശുദ്ധാത്മാവിൽ പ്രാർത്ഥിക്കാനുള്ള കൃപ തരണേ എന്ന് പ്രാർത്ഥിക്കും. ആരാധിക്കുന്നു ഈശോയെ, ആരാധിക്കുന്നു ഈശോയെ. അഭിഷേകം ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. കാറ്റടിക്കുന്ന അഭിഷേകം, ആത്മാവ് പ്രാവിനെ പോലെ ഇറങ്ങി വരുന്ന അഭിഷേകം കർത്താവേ തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. ഈശോയെ ആരാധന, 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 ആരാധന. ഹല്ലേലൂയ. ഈശോയെ നന്ദി, 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 നന്ദി. ഈശോയെ നന്ദി, നന്ദി, നന്ദി. ഈശോയെ നന്ദി. കൂടി കണ്ണുകളടച്ച് കരങ്ങളോട് ചേർത്ത് വെച്ച് പരിശുദ്ധാത്മാവേ, പ്രാർത്ഥിക്കാനുള്ള കൃപ. കണ്ണുകളടച്ച് കരങ്ങൾ നെഞ്ചോട് ചേർത്ത് വെച്ച് പരിശുദ്ധാത്മാവ് നമ്മുടെ മേൽ നിറയപ്പെടണം. മക്കളെ, നമ്മൾ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോ തന്നെ സ്വർഗം നമ്മൾക്ക് മാറ്റങ്ങൾ തരണം. ഈശോയെ, പരിശുദ്ധാത്മാവിൽ പ്രാർത്ഥിക്കുന്ന ഒരു മകനായി, ഒരു മകളാക്കി എന്നെ മാറ്റണേ ഈശോയെ. ഈശോയെ, എന്നെ തന്നെ അംഗീകരിക്കുന്ന, തുറന്നു വെക്കുന്ന കുംഭസാരത്തിന്റെ ഒരു മാനസാന്തരത്തിന്റെ വഴി എനിക്ക് തരണം. ഈശോയെ, ആനന്ദത്തോടെ നിന്റെ അടുക്കലേക്ക് എത്താനുള്ള ഒരു കൃപ എല്ലാ മക്കളും ചോദിച്ചു പ്രാർത്ഥിക്കട്ടെ. എഫെസൂസ് 6:18 കർത്താവ് പറഞ്ഞില്ലേ, നിങ്ങൾ അപേക്ഷകളോടും യാചനകളോടും കൂടെ എല്ലാ സമയവും ആത്മാവിൽ പ്രാർത്ഥനാ നിരതരായിരിക്കുവിൻ. യൂദാസ് ശ്ലീഹയുടെ ലേഖനത്തിൽ 20-ാമത്തെ വചനത്തിൽ പറഞ്ഞില്ലേ,
എൻ്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങൾ പരിശുദ്ധാത്മാവിൽ പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങളുടെ പവിത്രമായ വിശ്വാസത്തിൽ അഭിവൃദ്ധി പ്രാപിക്കുവരെന്ന്. ഈശോയെ, ഇവിടുത്തെ വലിയ സാന്നിധ്യം എനിക്ക് തരണേ, എനിക്ക് തരണേ ഈശോയെ. അങ്ങയുടെ വാഗ്ദാനത്തിന്റെ വലിയ കൃപ എനിക്ക് തരണേ. എല്ലാ മക്കളും ആഗ്രഹിച്ചുകൊണ്ട് പരിശുദ്ധ അമ്മയെ ചേർത്ത് പിടിച്ച് നമുക്ക് ഒരിക്കൽ കൂടി പ്രാർത്ഥിക്കാം. നന്മ നിറഞ്ഞ മറിയമേ സുസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. ഈശോ മിശിഹായുടെ എല്ലാ വാഗ്ദാനങ്ങൾക്കും ഞങ്ങൾ യോഗ്യരാകുവാൻ പ്രിയപ്പെട്ടവരെ, കൈ മരച്ചു മരച്ച് കയറുന്ന രോഗപീഠയുള്ള ഒരു വ്യക്തി ഇപ്പോൾ ദൈവത്തിന്റെ ആത്മാവ് സുഖപ്പെടുത്തുന്നതായിട്ടൊരു ഒരു വെളിപ്പാട് ഈശോ തന്നുകൊണ്ടിരിക്കുകയാണ്. അത് ഈ കൂട്ടായ്മയിലുണ്ട്. പ്രത്യേകിച്ച് ഇടത് കൈയാണ് മരയ്ക്കുന്നത്. ഇങ്ങനെ മരയ്ക്കും, വിരൽ വരെ മരച്ചു കയറുന്ന അവസ്ഥ ഈശോ വ്യക്തിയെ പൂർണ്ണമായിട്ട് സൗഖ്യപ്പെടുത്തിയിട്ടുണ്ടെന്ന് ഈശോ പറയുന്നുണ്ട്. അതുപോലെ തന്നെ മാതൃസ്നേഹത്തിന്റെ നിറവ് ഈ കൂട്ടായ്മയിൽ ഈശോ പലർക്കും തന്ന് അനുഗ്രഹിക്കുന്നതായിട്ട് കർത്താവ് ഇങ്ങനെ ചില ങ്ങളിലേക്ക് ഇങ്ങനെ ഈശോ ഇങ്ങനെ തേനും പാലും ഒക്കെ ഒഴിച്ചു കൊടുക്കുന്ന ഒരു വലിയ സ്നേഹം ഈശോ തന്ന് അനുഗ്രഹിക്കുന്നതായിട്ടും കർത്താവ് വെളിപ്പെടുത്തുന്നു. നിങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. നമ്മൾ മറ്റൊന്നുമല്ല ഇപ്പൊ ചോദിക്കുന്നേ, ആത്മാവിൽ പ്രാർത്ഥിക്കാനുള്ള ഒരു കൃപയാണ്. ആത്മാവിൽ പ്രാർത്ഥിക്കാനുള്ള ഒരു കൃപ കർത്താവേ എനിക്ക് തരണേ, എനിക്ക് തരണേ, എന്നെ രൂപപ്പെടുത്തണേ ആഗ്രഹിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. ഇനി വെളിപാട് പുസ്തകം 1-ാം അധ്യായം 10-ാമത്തെ വചനം യോഹന്നാസ്ലീഹായുടെ വ്യക്തിപരമായ ഒരു അനുഭവമാണ്. വെളിപാട് 1:10 ഇങ്ങനെയാണ് യോഹന്നാസ്ലീഹ പറയുക: കർത്താവിന്റെ ദിനത്തിൽ ഞാൻ ആത്മാവിൽ ലയിച്ചിരിക്കെ കാഹളത്തിൻ്റെതുപോലുള്ള ഒരു വലിയ സ്വരം എന്റെ പിറകിൽ നിന്ന് കേട്ടു. യോഹന്നാസ്ലീഹ തന്റെ വ്യക്തിപരമായ ഒരു അനുഭവം പറയുകയാണ്. കർത്താവിന്റെ ദിനത്തില്, സാബത്ത് ദിനത്തില് ഞാൻ ആത്മാവിൽ ലയിച്ചിരിക്കെ, ഞാൻ പറഞ്ഞു ആത്മാവിലാണ് പ്രാർത്ഥിക്കേണ്ടത്. ആത്മാവിൽ പ്രാർത്ഥിക്കുമ്പോഴാണ് നമുക്ക് ആത്മാവിന്റെ ലയനം, ആ പ്രാർത്ഥിച്ചു തുടങ്ങുമ്പോഴാണ് ആ ലയനത്തിന്റെ തലത്തിൽ 2-ാമത്തെ തട്ടാണിത്. ആത്മാവിൽ പ്രാർത്ഥിച്ചു തുടങ്ങുമ്പോൾ നമുക്ക് ആത്മാവിൽ ലയിക്കാൻ പറ്റും. നമ്മള് ദൈവത്തിന്റെ സ്വരം കേൾക്കുക എന്ന് പറഞ്ഞാൽ ഈ ആത്മാവിൽ ലയിച്ചിരിക്കുമ്പോൾ, ഞാൻ കർത്താവിന്റെ ദിനത്തിൽ ഞാൻ ആത്മാവിൽ ലയിച്ചിരിക്കെ കാഹളത്തിൻ്റെതുപോലുള്ള ഒരു വലിയ സ്വരം എന്റെ പിന്നിൽ നിന്ന് കേട്ടു. അത് വ്യക്തിപരമാണ്. ഇത് വ്യക്തിപരമാണ്. ആത്മാവിൽ പ്രാർത്ഥിക്കുന്ന വ്യക്തിക്ക് സ്വർഗം വ്യക്തിപരമായി കൊടുക്കുന്ന ഒരനുഭവമാണ് ഈ ഒരു തലമെന്ന് പറയുന്നത്. പ്രിയപ്പെട്ടവരെ, ഇപ്പോൾ എനിക്കറിയാം ഇവിടെ ഇരിക്കുന്ന നിങ്ങളിൽ പലരും ആഗ്രഹിക്കുന്നുണ്ട് ഈശോയുടെ സ്വരം കേൾക്കണം. അത് നാളെ ഒരു വലിയ സമ്മാനം എന്നെ തേടി വരുമെന്ന് പറയാനൊന്നും ആയിരിക്കില്ല. നമ്മളെല്ലാം ആഗ്രഹിക്കുക, ഈശോ എന്താണ് എന്നിൽ നിന്ന് ആവശ്യപ്പെടുക, എന്നോട് എന്താണ് ഈശോ പറയുക. പ്രിയപ്പെട്ടവരെ, ഞാൻ എപ്പോഴും ആഗ്രഹിക്കുന്ന ഒരു കാര്യം, ഈശോ എൻ്റെ കുറവുകൾ പറഞ്ഞു തരുന്നത് കേൾക്കാനാണ് ഞാൻ ആഗ്രഹിക്കുക. ഞാൻ ചാപ്പലിൽ പോയിരിക്കുമ്പോഴും ഒക്കെ ഞാൻ പ്രാർത്ഥിക്കും, ഈശോയെ എൻ്റെ കുറവ് എന്താണെന്ന് എനിക്ക് പറഞ്ഞു തരണം. നമ്മൾ ആ ഒരു കർത്താവ് നമ്മളോട് പറയുന്നത് ആദ്യം നിങ്ങൾ കേൾക്കാൻ പരിശീലിക്കേണ്ടത് നമ്മുടെ കുറവുകൾ തിരിച്ചറിയാനുള്ള ഒരു കൃപയാണ് നമുക്ക് വേണ്ടത്. കഴിഞ്ഞ ഈ അടുത്ത നാളിൽ ഒരു സ്ത്രീ എനിക്ക് വലിയ മെസ്സേജ് ഇട്ടിരിക്കുകയാണ്, സിസ്റ്ററെ പ്രാർത്ഥിക്കണം, എനിക്ക് ഒരു 14 ലക്ഷത്തിലധികം രൂപ ഒരാൾ തരാനുണ്ട്. അപ്പൊ ഞാൻ ഓർത്ത് എന്താണാവോ കാര്യം. അപ്പൊ ഞാൻ ചോദിച്ചു എങ്ങനെ പറ്റി തന്നെ കല്യാണം കഴിഞ്ഞൊരു കുഞ്ഞുണ്ട്. ആ കല്യാണം കഴിഞ്ഞ് കുഞ്ഞുണ്ടെങ്കിലും വേറൊരു സ്ഥലത്തേക്ക് ജോലിക്ക് പോയി അവിടെ ഫേസ്ബുക്കിലൂടെ ഒരു മനുഷ്യനെ പരിചയപ്പെട്ടു, വിവാഹിതയാണെന്നോ കുഞ്ഞുണ്ടെന്നോ പറയാതെ നാട്ടിൽ വന്നപ്പോ അദ്ദേഹത്തിന്റെ വീട്ടിൽ പോയി അവിടെ താമസിക്കുകയാണ്. വീട്ടുകാരോട് നാട്ടിൽ വന്നിട്ടുണ്ടെന്ന് പോലും പറഞ്ഞിട്ടില്ല. അവരുടെ വീട്ടിൽ പോയി താമസിച്ച് അമ്മയും അപ്പനും എല്ലാവരുമായിട്ട് സ്നേഹമായി, പൈസയും സ്വർണവും എല്ലാം ഇവർക്ക് കൊടുത്തു. ഇത്രയും നാളെ വിദേശത്ത് അധ്വാനിച്ചതൊക്കെ അവിടെ കൊടുക്കുന്നു. അങ്ങനെ അവരുടെ കൂടെ ജീവിതം ഇങ്ങനെ ആസ്വദിച്ച് മുന്നോട്ട് പോകുന്നു. ആരോ പറഞ്ഞൊരു സുപ്രഭാതത്തിൽ ഇവൾക്കൊരു കുഞ്ഞുണ്ടെന്നും വിവാഹം കഴിച്ചതാന്ന് പറയുന്നു. അവൻ ഇവിടെ ഉപേക്ഷിക്കുകയാണ്. ഉപേക്ഷിച്ച് ഇവള് തിരിച്ചു പോകുന്നു. എന്നിട്ട് ഇപ്പൊ അവൾ എനിക്ക് മെസ്സേജ് ഇട്ടിരിക്കുന്ന ഇപ്രകാരമാണ്: സിസ്റ്ററെ, എന്റെ പണം എങ്ങനെയെങ്കിലും അവര് തിരിച്ചു തരാൻ സിസ്റ്റർ പ്രാർത്ഥിക്കണം. ഞാൻ ഒരു നുണയും നിങ്ങളോട് പറയല്ല. ആ സ്ത്രീ പറയാണ്, എന്റെ പണം എങ്ങനെയെങ്കിലും അവര് തിരിച്ചു തരാൻ സിസ്റ്റർ പ്രാർത്ഥിക്കണം. പ്രിയപ്പെട്ടത്, ഞാൻ 3 മിനിറ്റിന്റെ വോയിസ് മെസ്സേജ് ആ സ്ത്രീക്ക് അയച്ചു കൊടുത്തു.
തൻ്റെ ജീവിതത്തിൽ വന്ന വലിയൊരു തെറ്റിനെ കുറിച്ച് 1% പോലും എനിക്ക് തെറ്റിയെന്ന് പോലും എന്നെ അവര് പറ്റിച്ചു, അതുകൊണ്ട് ആ പണം തിരിച്ചു കിട്ടണമെന്ന് മാത്രം പറയുന്ന, അങ്ങനെ ആത്മാവിൽ സ്വയം ബോധ്യങ്ങളില്ലാത്ത ഒരു വ്യക്തി, അതിന് സിസ്റ്റർ ഒരു വചനം പറഞ്ഞു കൊടുക്കണം, സിസ്റ്റർ പ്രാർത്ഥിക്കണം. ഇതാണ് ആ വ്യക്തി ആവശ്യപ്പെടുന്നത്. നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമ്മൾ എന്തിനു വേണ്ടി ദൈവത്തെ ഒരു കച്ചവടക്കാരനാക്കി മാറ്റിയിരിക്കുമ്പോൾ ഇതൊന്നും പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ പ്രാർത്ഥനയല്ല പ്രിയപ്പെട്ടവരെ. ഇന്ന് നമുക്ക് അങ്ങനെ ട്രെൻഡ് വന്നിരിക്കുകയാണ്. ആരോടെങ്കിലും പറയുക, പ്രാർത്ഥിക്കുക, അഭിഷേകം കിട്ടുക, അത് വലിയ അനുഗ്രഹമായി മാറുക, സാക്ഷ്യം പറയും. അതല്ല, നമ്മുടെ ജീവിതത്തിൽ യഥാർത്ഥത്തിൽ നമുക്ക് വരുന്ന കുറവ് അത് മനസ്സിലാക്കണം, അത് തിരിച്ചറിയണം. ആ കുറവ് തിരിച്ചറിയുമ്പോഴാണ് ആത്മാവിന്റെ ലയനം ഉണ്ടാവുക. ഇന്ന് നമ്മൾ ഈ പന്തക്കോസ്താ ദിനത്തിലൊക്കെ നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങളുടെ വീട്ടുകാർക്ക് വേണ്ടി, നിങ്ങൾക്ക് വേണ്ടി, ചുറ്റുപാടുള്ളവർക്ക് വേണ്ടി, സഭയ്ക്ക് വേണ്ടി ഒക്കെ പ്രാർത്ഥിക്കുമ്പോൾ കുറവ് എവിടെയുണ്ടെന്ന് തിരിച്ചറിയാനുള്ള ഒരു വലിയ ആത്മീയ ലയനമാണ് നമുക്ക് വേണ്ടത് പ്രിയപ്പെട്ടവരെ. അത് നമ്മളിൽ നിന്ന് പോവുകയാണ്, നമ്മുടെ സഭയിൽ നിന്ന് പോകുന്നു, നമ്മുടെ വ്യക്തി ജീവിതങ്ങളിൽ നിന്നെല്ലാം മാറുകയാണ്. ഈശോയോട് പറയണം, ഈശോയെ അതാണ് ഞങ്ങൾക്ക് തരേണ്ടത്. ഞങ്ങൾക്കത് തന്ന് ഞങ്ങളെ പിന്നിൽ നിന്ന് സംസാരിക്കുന്ന, നിനക്ക് ഇങ്ങനൊരു കുറവുണ്ട് പറയുന്ന ഒരാത്മാവിന്റെ സ്വരമാണ് ഈ പന്തക്കുസ്താ ദിനത്തിലെ അനോയിന്റിങ് ആയി നിന്റെ കൂടെ വരേണ്ടത്. മറ്റൊന്നുമല്ല. നാളെ തൊട്ട് നീ കണ്ണടയ്ക്കുമ്പോ ദർശനം കാണുന്നതല്ല നിനക്ക് വേണ്ടത്. നിനക്ക് വേണ്ടത് നിന്റെ കൂടെ നടന്ന് ആത്മാവ് സംസാരിക്കുകയാണ്. മോനെ അത് ചെയ്യല്ലേ, മോളെ അത് ചെയ്യല്ലേ എന്ന് പറയുന്ന സ്വർഗീയമായ പരിശുദ്ധാത്മാവിന്റെ വരങ്ങൾ കിട്ടാൻ, ആ സ്വരം കിട്ടാനാ നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്. അതിനു വേണ്ടിയാണ് നമ്മൾ ആഗ്രഹിക്കേണ്ടത് പ്രിയപ്പെട്ടവരെ. സ്വർഗം ആത്മാവിന്റെ ഒരു ലയനം, ആത്മാവിൽ പ്രാർത്ഥിച്ചു കഴിയുമ്പോ ആ വ്യക്തിക്ക് ആത്മാവിൽ ലയിക്കാനുള്ള ഒരു കൃപ ഈശോ തരും. ആത്മാവിൽ പ്രാർത്ഥിക്കേണ്ടത് എങ്ങനെയാ 3 കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ആവശ്യമാണെന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഇനി അങ്ങനെ പ്രാർത്ഥിക്കുമ്പോഴാണ് നമുക്ക് ആത്മാവിൽ ലയിക്കാനുള്ള ഒരു കൃപ കിട്ടുന്നത് നമ്മുടെ ജീവിതത്തിൽ. അതായത് ആത്മാവ് നമ്മളോട് സംസാരിക്കും, നമ്മുടെ ജീവിതത്തെ നമുക്ക് പറഞ്ഞു തരും. ആത്മാവ് സംസാരിക്കുന്ന ഒരു തലം ഉണ്ടാകും. ഇനി അത് കഴിയുമ്പോഴാണ് നമ്മൾ ഈശോയുടെ ഒരു ജീവിത ശൈലിയിലേക്ക് വരികയാണ്. അതാണ് ലൂക്കായുടെ സുവിശേഷം 10-ാം അധ്യായം 21-ാമത്തെ വചനം. ലൂക്ക 10:21 വചനം പറയുകയാണ്, ആ സമയം തന്നെ അവൻ പരിശുദ്ധാത്മാവിൽ ആനന്ദിച്ച് പറഞ്ഞു. സുവിശേഷത്തില് ബൈബിളിലുടനീളം നമുക്ക് കാണാൻ പറ്റും ആത്മാവിൽ പ്രാർത്ഥിക്കുന്നത് എങ്ങനെയാണെന്ന്, ആത്മാവിൽ ലയിക്കേണ്ടത് എങ്ങനെയാണെന്ന്, ആത്മാവിൽ ആനന്ദിക്കേണ്ടത് എങ്ങനെയാണെന്ന്. ഈശോ പറയാണ്, ആ സമയം തന്നെ പരിശുദ്ധാത്മാവിൽ ആനന്ദിച്ച് അവൻ പറഞ്ഞു. ലൂക്ക 10:21. ഈ ആനന്ദം ഞാനിത് പറയുമ്പോ നമ്മളിലേക്ക് മാത്രം നോക്കണം. ലൂക്ക 10:21 വചനം മൊത്തം ഞാൻ അങ്ങ് വായിക്കാം. ലൂക്ക 10:21 യേശു ആത്മാവിൽ ആനന്ദിക്കുന്നതിന്റെ ഹെഡിങ് തന്നെ. എന്നിട്ട് ആ സമയം തന്നെ അവൻ പരിശുദ്ധാത്മാവിൽ ആനന്ദിച്ചു പറഞ്ഞു, സ്വർഗത്തിന്റെയും ഭൂമിയുടെയും കർത്താവായ പിതാവേ, അവിടുത്തെ ഞാൻ സ്തുതിക്കുന്നു. എന്തെന്നാൽ അങ്ങ് ഇവ ജ്ഞാനികളിൽ നിന്നും ബുദ്ധിമാന്മാരിൽ നിന്നും മറച്ചു വെക്കുകയും ശിശുക്കൾക്ക് വെളിപ്പെടുത്തുകയും ചെയ്തു. പ്രിയപ്പെട്ടവരെ, ഈശോയ്ക്ക് ഒരു ആനന്ദം ഉണ്ടായി. എന്തുകൊണ്ടാണ് ഈ ആനന്ദം ഉണ്ടായത്? ചെറിയവരിൽ ദൈവകൃപ പ്രവർത്തിക്കുന്നത് കണ്ട് ആനന്ദിക്കുന്ന ഒരു ഈശോ. ചെറിയവരിൽ നമ്മളെക്കാൾ ചെറിയവരിൽ ദൈവം പ്രവർത്തിക്കുന്നത് കാണുമ്പോ എനിക്ക് നിങ്ങൾക്കും ആനന്ദമാണോ? എല്ലാവരും മുകൾ തൊട്ട് താഴെ വരെ ഒന്ന് പരിശോധിച്ചേ. എന്നേക്കാൾ താന്നവരിൽ ദൈവം പ്രവർത്തിക്കുന്നത് കാണുമ്പോ, ദൈവം അവരെ അനുഗ്രഹിക്കുന്ന കാണുമ്പോ നമുക്ക് ആനന്ദമാണോ? ഞാൻ ചോദിക്കട്ടെ, നമ്മുടെ വീടിനടുത്തുള്ള നമ്മുടെ പ്രിയപ്പെട്ടവര് ഒരു പുതിയ വീട് മേടിച്ചു. നിങ്ങൾ അപ്പൊ തന്നെ അവരെ ഫോൺ വിളിച്ചിട്ട് നിങ്ങൾ വീട് മേടിച്ചല്ലോ, സന്തോഷം, ആനന്ദം എന്ന് പറഞ്ഞ് നിങ്ങൾ മക്കളെ കൂട്ടി ഒരു സ്തോത്രഗീതം ആലപിക്കുവോ? ഒന്ന് പരിശോധിച്ചാൽ മതി. നമ്മുടെ കൂടെയുള്ളവർക്ക് ഒരു ഹൈ ലെവലിൽ ജോലി കിട്ടി, നമ്മൾ ആനന്ദിച്ച് സ്തുതിച്ച് പാടുക നമ്മുടെ വീട്ടില്? അതല്ല നമ്മൾ ചെയ്യുക. ഓക്കെ, ഒരു ഫോൺ വിളിച്ച് ഒഫീഷ്യാലിറ്റി പറയും, കൺഗ്രാലേഷൻ, ദൈവം അനുഗ്രഹിച്ചല്ലോ. പക്ഷേ എൻ്റെ ഉള്ളിലേക്കൊന്ന് നോക്കണം. ആനന്ദം കുറഞ്ഞു പോയിട്ടുണ്ട് നമുക്ക്. നമ്മുടെ ഉള്ളിൽ എവിടെയൊക്കെ ഒരു കുഞ്ഞ് അസ്വസ്ഥത, ഒരു കിരികിരിപ്പ് നമുക്ക് വരുന്നുണ്ടെങ്കിൽ പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ ഈശോയുടെ ഈ ആനന്ദം കിട്ടിയിട്ടില്ല.
ആത്മാവിൽ ആനന്ദിക്കുക, ആത്മാവിൽ ആനന്ദിക്കുക. ഈശോദാ പറയുന്നത് ആത്മാവിൽ പ്രാർത്ഥിക്കണം. ആത്മാവിൽ പ്രാർത്ഥിക്കുമ്പോ ആത്മാവിൽ ലയിക്കുന്ന ഒരു അനുഭവം, ദൈവം കൂടെ നടക്കുന്ന, ആത്മാവ് കൂടെ നടക്കുന്ന ഒരു അനുഭവം നമുക്ക് കിട്ടും. അപ്പോൾ ഈശോയുടെ ആനന്ദത്തിലേക്ക് നമ്മൾ വരും. ചെറിയവരിൽ പ്രവർത്തിക്കുന്ന ആ വലിയ കൃപ നമുക്ക് കാണാൻ പറ്റും. നമ്മളൊക്കെ ചെറിയവരെ, എനിക്കറിയില്ല നിങ്ങളുടെ എല്ലാവരുടെയും കാര്യമൊന്നും, നമ്മുടെയൊക്കെ ജീവിതത്തില് ചെറിയവരെ ഇങ്ങനെ തള്ളി മാറ്റുന്ന ഒരു രീതി എപ്പോഴെങ്കിലും ഒക്കെ ഉണ്ടോ? എപ്പോഴെങ്കിലും ഒക്കെ ഉണ്ടോ? നമ്മളൊക്കെ ഇന്ന് വലിയ നിലയിലേക്കൊക്കെ എത്തുമ്പോ നമ്മൾ അതേ നിലയിൽ നിന്നിരുന്ന, താന്ന നിലയിൽ നിന്നിരുന്നവരോട് ഇന്ന് നമ്മുടെ മനോഭാവം എന്താണ്? ഈശോ ചോദിക്കുകയാണ്. പരിശുദ്ധാത്മാവ് നമ്മളുടെ ഈ അഭിഷേകത്തിന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ പറയുവാണ്, മോനെ മോളെ, നിന്റെ ആത്മാവിലാണ് മാറ്റങ്ങൾ ഉണ്ടാവേണ്ടത്. നിന്റെ ആത്മാവിൽ മാറ്റം ഉണ്ടാകണം. നീ ഇരുന്ന് പ്രാർത്ഥിക്കും മുറിയില് നേരം വെളുക്കുമ്പോ ഈശോ നിന്റെ മുമ്പിൽ വന്ന് പ്രത്യക്ഷപ്പെട്ടു. അതിനേക്കാൾ വലുതാണ് നിന്റെ ആത്മാവിൽ വരുന്ന മാറ്റം. സ്വർഗം അത് ആവശ്യപ്പെടുന്നേ. നമുക്കതൊക്കെ ഈശോയോട് ചോദിച്ചു മേടിക്കണം പ്രിയപ്പെട്ടവരെ. ഇനി വീണ്ടും നിങ്ങളെ ഞാന് പരിശുദ്ധാത്മാവില് എങ്ങനെയാണ് പ്രാർത്ഥിക്കേണ്ടത് എന്നതിനെ കുറിച്ച് ഒന്ന് ഒരുക്കുകയാണ്. ദൈവം നമ്മളെ അതിനു വേണ്ടിയിട്ട്, അതാണ് കർത്താവ് ആഗ്രഹിക്കുന്നത് നമ്മളിൽ നിന്ന്. അപ്പൊ അതിനു വേണ്ടി നിങ്ങളെ ഒന്ന് ഒരുക്കുകയാണ് ഞാൻ ഈ സമയത്ത്. ആത്മാവ് എന്താണ് നമ്മളിൽ നിന്ന് ആവശ്യപ്പെടുന്നത്, നമ്മൾ എന്ത് ചെയ്യണം എന്നതിനെ കുറിച്ച് പറയാനായിട്ട് ആഗ്രഹിക്കുകയാണ്. അപ്പോൾ നമ്മൾ ചെയ്യേണ്ട ഒറ്റ കാര്യമുള്ളൂ, നമ്മുടെ ജീവിതത്തിലെ പ്രാർത്ഥനയുടെ പാർട്ട്ണറാക്കി പരിശുദ്ധാത്മാവിനെ മാറ്റണം. എൻ്റെ പാർട്ട്ണറായിട്ട് ഈ പരിശുദ്ധാത്മാവിനെ മാറ്റണം. ഈ പന്തക്കുസ്തായുടെ സമയത്ത് മാത്രം പരിശുദ്ധാത്മാവിൽ നിറയണേ എന്ന് പറയുന്ന ഒരു തലമല്ല, ഒരു കൂട്ടുകാരൻ, ഏറ്റവും വലിയ പാർട്ട്ണറായിട്ട് എൻ്റെ ജീവിതത്തിന്റെ എല്ലാ കാര്യങ്ങളിലും പരിശുദ്ധാത്മാവിനെ, പ്രത്യേകിച്ച് എൻ്റെ പ്രാർത്ഥനയുടെ പാർട്ട്ണറാക്കി പരിശുദ്ധാത്മാവിനെ മാറ്റണം. അങ്ങനെ മാറ്റുമ്പോൾ പരിശുദ്ധാത്മാവ് ഒന്നാമതായി എൻ്റെ ജീവിതത്തിൽ ചെയ്യാൻ പോകുന്ന കാര്യമാണ്, എൻ്റെ പ്രാർത്ഥനയെ പരിശുദ്ധാത്മാവ് രൂപപ്പെടുത്താൻ തുടങ്ങും. എങ്ങനെയാണ് ദൈവത്തോട് സംസാരിക്കേണ്ടതെന്ന് പരിശുദ്ധാത്മാവ് നമ്മളെ പഠിപ്പിക്കും. റോമാക്കാർക്ക് എഴുതിയ ലേഖനം 8-ാം അധ്യായം 15-16 വചനങ്ങള്. വിശുദ്ധ പൗലോസ്ലീഹ റോമാക്കാർക്ക് എഴുതിയ ലേഖനം 8-ാം അധ്യായം 15-16 വചനങ്ങളിൽ അവിടെ എഴുതിയിരിക്കുകയാണ്, നിങ്ങളെ വീണ്ടും ഭയത്തിലേക്ക് നയിക്കുന്ന അടിമത്തത്തിന്റെ ആത്മാവിനെയല്ല, മറിച്ച് പുത്രസ്വീകാര്യത്തിന്റെ ആത്മാവിനെയാണ് നിങ്ങൾ കൈക്കൊണ്ടിരിക്കുന്നത്. ഈ ആത്മാവ് മൂലമാണ് നാം ആബാ പിതാവേ എന്ന് വിളിക്കുന്നത്. നാം ദൈവത്തിന്റെ മക്കളാണെന്ന് ഈ ആത്മാവ് നമ്മുടെ ആത്മാവിനോട് ചേർന്ന് സാക്ഷ്യം വഹിക്കുകയാണ്. റോമ 8-15-16 വചനം പറയുകയാണ്, നിങ്ങളെ വീണ്ടും ഭയത്തിലേക്ക് നയിക്കുന്ന അടിമത്തത്തിന്റെ ആത്മാവിനെ അല്ല നിങ്ങൾ സ്വീകരിച്ചിരിക്കുന്നത്, മറിച്ച് പുത്ര സ്വീകാര്യത്തിന്റെ ആത്മാവിനെയാണ് നിങ്ങൾ കൈക്കൊണ്ടിരിക്കുന്നത്. പരിശുദ്ധാത്മാവ് എന്ത് എനേബിൾ ചെയ്യുകയാണ്. നമ്മളെ പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ പ്രാർത്ഥനയെ പരിശുദ്ധാത്മാവ് ഇങ്ങനെ എനേബിൾ ചെയ്യാന്ന് വെച്ചാൽ, നമ്മളിപ്പോ ഈ കമ്പ്യൂട്ടറിലൊക്കെ ചെയ്യുമ്പോൾ ചിലപ്പം എക്സലിലെ വേർഡൊക്കെ ഓൺ ചെയ്യുമ്പോൾ അവര് എനേബിൾ ചെയ്യാൻ കാണിക്കുക, അല്ലെങ്കിൽ നമുക്ക് എഡിറ്റ് ചെയ്യാൻ പറ്റില്ല. എഡിറ്റ് ചെയ്യാനെങ്കിൽ ഇത് എനേബിൾ ചെയ്യണം. അപ്പൊ അത് അവകാശമുണ്ട്. എൻ്റെ പ്രാർത്ഥനയെ എഡിറ്റ് ചെയ്യാനുള്ള റൈറ്റാണ് പരിശുദ്ധാത്മാവ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ ഞാൻ ഇവിടെ ഇരുന്ന് പരിശുദ്ധാത്മാവേ എന്നെ നിറയണേ, എൻ്റെ ജീവിതത്തെ രൂപപ്പെടുത്തണേ എന്ന് പറയുമ്പോ ഈ കൂട്ടുകാരനായ പരിശുദ്ധാത്മാവിനെ ഞാൻ ഇങ്ങനെ ചേർത്ത് പിടിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് എന്ത് ചെയ്യും? അതിനെ എഡിറ്റ് ചെയ്യും. എഡിറ്റ് ചെയ്തിട്ട് ഈ ആത്മാവ് എന്നിലേക്ക് വന്നു കഴിയുമ്പോ ആബാ പിതാവേ, അതായത് പുത്രിയെ പോലെ പ്രാർത്ഥിക്കുകയാണ് ഞാൻ. ആബാ പിതാവേ എന്ന് വിളിക്കുന്ന ആ ആത്മാവിനോട് ചേർന്ന് നമ്മുടെ ആത്മാവ് പ്രാർത്ഥിക്കുകയാണ്. അപ്പൊ പരിശുദ്ധാത്മാവ് സാക്ഷ്യം വഹിക്കും. ഒന്നുകൂടി ആ വചനം ശ്രദ്ധിച്ചേ, 16-ാമത്തെ വചനം, നാം ദൈവത്തിന്റെ മക്കളാണെന്ന് ഈ ആത്മാവ് നമ്മുടെ ആത്മാവിനോട് ചേർന്ന് സാക്ഷ്യം നൽകുകയാണ്. ഇതാണ് പരിശുദ്ധാത്മാവ് ചെയ്യുന്ന മറ്റൊരു പ്രവൃത്തി, എനേബിൾ ചെയ്യുകയാണ്. നമ്മുടെ പ്രാർത്ഥനയെ പരിശുദ്ധാത്മാവ് ഇങ്ങനെ എഡിറ്റ് ചെയ്യും. എൻ്റെ പ്രാർത്ഥനയിലുള്ള കുറവുകളെല്ലാം പരിശുദ്ധാത്മാവ് എഡിറ്റ് ചെയ്യുകയാണ്. അപ്പൊ പ്രാർത്ഥിക്കണം നമ്മൾ അതിനു വേണ്ടിയിട്ട്. പരിശുദ്ധാത്മാവേ എൻ്റെ ജീവിതത്തെ അവിടുന്ന് ഏറ്റെടുക്കണം. ഞാൻ പറഞ്ഞ കഴുകൻ, 2 കഴുകന്മാർ, ആൺകഴുകന്മാരും പെൺകഴുകന്മാരും, അവരുടെ അവസ്ഥ, അവർക്ക് 3 സാഹചര്യങ്ങൾ വേണം. ഈ 3 സാഹചര്യങ്ങളെ ഈ കൂട്ടുകാരനായ പരിശുദ്ധാത്മാവിനെ ചേർത്ത് പിടിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് എനിക്ക് ഉണ്ടാക്കി തരും. എൻ്റെ ജീവിതത്തെ പരിശുദ്ധാത്മാവ് മാറ്റും. ആത്മാവില്ലെങ്കിൽ എനിക്ക് നിങ്ങൾക്കും ഒരിക്കലും ഉയരങ്ങളിലേക്ക് പറക്കാൻ പറ്റില്ല. അതായത്
ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം ഇന്ന് ഈ ലോകത്തിലുള്ള ഓരോ വ്യക്തിയുടെയും ആത്മാവ് ദൈവത്തിന്റെ ആത്മാവിനോട് ചേർന്ന് നിത്യതയിൽ ആനന്ദം അനുഭവിക്കേണ്ടവരാണ്. അതാണ് സഭ നമ്മളെ പഠിപ്പിക്കുന്നത്. ഒരു ക്രിസ്ത്യാനിയുടെ ജീവിതം തന്നെ നിത്യതയിൽ സ്വർഗത്തിൽ ദൈവത്തോട് ചേർന്ന് ലയിച്ചിരിക്കുന്ന ആനന്ദം അനുഭവിക്കേണ്ടവരാണ്. പക്ഷെ നമ്മളെല്ലാം ഈ എർത്ത് ബൗണ്ടഡ് ആണ്. നമ്മളെല്ലാം ഈ താഴെ കിടക്കുവാണ്, ഈ ഭൂമിയോട് ബൗണ്ട് ചെയ്തിരിക്കുകയാണ്. നമ്മുടെ ജീവിതം അതാണ്. നമ്മൾ തന്നെ ഒന്ന് പരിശോധിച്ചേ. പ്രാർത്ഥിക്കാൻ ഒരുമിച്ച് കൂടി ഇരിക്കുമ്പോഴും നമ്മുടെ ചിന്തയിലും മനസ്സിലുള്ള ഈ ഭൂമിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലാണ്. എർത്ത് ബൗണ്ടഡ് ആണെന്നാണ് പറയുന്നത്. ഞാൻ പറഞ്ഞ കഴുകന്മാർക്ക് ഈ 3 കാര്യങ്ങളില്ലെങ്കിൽ അവർ പറക്കില്ല. അവർ ഭൂമിയോട് ചേർന്നേ പറക്കുള്ളൂ. മുകളിലോട്ട് പറക്കാൻ പറ്റില്ല. അപ്പൊ നമ്മുടെ ജീവിതത്തില് ഈ പരിശുദ്ധാത്മാവിനെ കൂട്ടുകാരനെ കൂട്ടുപിടിച്ചു കഴിയുമ്പോൾ പരിശുദ്ധാത്മാവ് നമ്മളെ ദൈവമക്കളുടെ സ്ഥാനത്തേക്ക് ഉയർത്തി പ്രാർത്ഥിക്കുകയാണ്. അപ്പൊ ഞാനും നിങ്ങളും ഇങ്ങനെ എർത്ത് ബൗണ്ടഡ് അല്ല, സ്വർഗത്തോട് ചേർന്ന് ബൈൻഡ് ചെയ്യപ്പെടും. സ്വർഗത്തോട് ചേർന്ന് ബൈൻഡ് ചെയ്യപ്പെടുന്ന ഒരു അനുഭവം നമുക്കുണ്ടാകും. നമ്മുടെ പ്രാർത്ഥനയെല്ലാം സ്വർഗത്തോളം എത്തിക്കൊണ്ടിരിക്കും. നമ്മൾ അതിന് വേണ്ടിയിട്ടാണ് ഞാനും നിങ്ങളും പ്രാർത്ഥിക്കേണ്ടത്. കർത്താവേ, അതിനായിട്ട് നീ എന്നെ ഒരുക്കണേ, എന്നെ അതിനായിട്ട് മാത്രമായി നീ ഒരുക്കണമേ എന്ന് എല്ലാ മക്കളും പ്രാർത്ഥിക്കണം. ഒരിക്കൽ കൂടി ഒന്ന് കണ്ണുകൾ അടച്ച് നമ്മൾ ഓരോ കാര്യങ്ങളും പരിശുദ്ധാത്മാവിനെ ഇപ്പൊ പ്രാർത്ഥിക്കുമ്പോ പരിശുദ്ധാത്മാവിനെ എല്ലാ മക്കളും കൂട്ടുപിടിക്കണം. എല്ലാവരും പരിശുദ്ധാത്മാവിനെ കൂട്ടുപിടിച്ചിട്ട്, പരിശുദ്ധാത്മാവെ എൻ്റെ ഏറ്റവും വലിയ പാർട്ട്ണറായിട്ട് മാറണേ, എൻ്റെ പ്രാർത്ഥനയുടെ വലിയ പാർട്ട്ണറായിട്ട് മാറണേ. ഞാൻ എവിടെയെങ്കിലുമൊക്കെ ഈ ഭൂമിയുമായിട്ട് കെട്ടിയിടപ്പെട്ടിട്ടുണ്ടെങ്കിൽ, ഈ ഭൂമിയിലെ കാര്യങ്ങളോട് എന്നെ ഇങ്ങനെ കെട്ടിയിടപ്പെട്ടിട്ടുള്ള കാര്യങ്ങളെല്ലാം ഈ നിമിഷം, ഈ സമയം എടുത്തു മാറ്റണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ശക്തമായിട്ട് ഒരിക്കൽ കൂടി ഒന്ന് സ്തുതിച്ച് പ്രാർത്ഥിക്കാം. സാധിക്കുന്നവരൊക്കെ അൺമ്യൂട്ട് ചെയ്ത്, ഇപ്പോൾ വലിയ വിടുതൽ തരുന്ന സമയമാണ്. പ്രാർത്ഥിക്കാൻ പറ്റാത്ത വ്യക്തികളെ കർത്താവിന്റെ ആത്മാവ് വിടുവിക്കുന്ന സമയമാണ്. സ്വരമുയർത്തി സ്തുതിച്ച് പ്രാർത്ഥിച്ചേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഒരുക്കത്തിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുമ്പോ ഭൂമിയുമായി ചേർത്ത് വെച്ചിരിക്കുന്ന അനുതാപത്തിന്റെ പ്രാർത്ഥിക്കാനുള്ള കൃപ തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സമാനതാപവും ശുദ്ധികളെ കൂട്ടായ്മ ഞങ്ങൾ ഓരോരുത്തരിലെയും പരിശുദ്ധാത്മാവേ, ലോകത്തിന്റെ മോഹത്തിന് അടിമപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ യേശുവിന്റെ നാമത്തിൽ ഈ സമയത്ത് ബന്ധിച്ച് നിർവീര്യമാക്കി പ്രാർത്ഥിക്കുകയാണ് കർത്താവേ. യെശയ്യാ 10:17 ഇസ്രായേലിന്റെ പ്രകാശമഗ്നിയായി അവന്റെ പരിശുദ്ധ ജ്വാലയായി മാറും. അത് പ്രാർത്ഥിക്കാനുള്ള മടി മാറിപ്പോകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ, ചില വ്യക്തികളുടെ തോളിൽ നിന്ന് കർത്താവ് ഇങ്ങനെ ഭാരമെടുത്തു മാറ്റുന്ന കാണിച്ചു തരികയാണ്. പ്രാർത്ഥന വരം കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. കർത്താവേ, കരുണയായിരിക്കണേ, കരുണയായിരിക്കണേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈശോയെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. പള്ളി വരാത്ത വ്യക്തികളെ പ്രത്യേകം ഏറ്റെടുക്കുകയാണ്. സ്തുതിച്ച് പ്രാർത്ഥിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തുതിക്കുന്നു, 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 സ്തുതിക്കുന്നു. നന്ദി, 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 നന്ദി. ഹല്ലേലൂയ, ഈശോയെ നന്ദി, നന്ദി, നന്ദി. എല്ലാ മക്കളും കണ്ണുകളടച്ച് ചേർത്ത് 8-ാം അധ്യായം 15-16 വചനത്തിന്റെ വലിയ അഭിഷേകം നമുക്ക് തന്നുകൊണ്ടിരിക്കുകയാണ്. റോമ 8:15-16 വചനം പറയുകയാണ്. ഒരിക്കൽ കൂടിയ വചനം കേൾക്കും. വിടുതൽ കിട്ടട്ടെ. ഈശോ പറയുകയാണ്, ചില വ്യക്തികളുടെ തോളിൽ നിന്ന് ഭാരങ്ങൾ എടുത്തു മാറ്റുന്നതായിട്ട് ഈശോ കാണിച്ചു തരുന്നു. ഈശോ അതുപോലെ തന്നെ പുറത്ത് നട്ടെല്ലിനോട് ചേർന്ന് ഒരു ചെറിയ മുഴയുള്ള ഒരു വ്യക്തിയെ ഈശോ ഈ സമയത്ത് സൗഖ്യപ്പെടുന്നതായിട്ട് കർത്താവ് വെളിപ്പെടുത്തുന്നുണ്ട്. പ്രിയപ്പെട്ട മക്കളെ, വലിയ വിടുതൽ തരുന്ന സമയമാണ്. നമ്മുടെ എല്ലാ ആത്മാവ് സ്വർഗത്തോട് ചേരാനായിട്ട് കൊതിക്കണം. നിങ്ങൾ ഇവിടെ ഇരിക്കുമ്പോൾ അപ്പൊ സ്വർഗത്തോട് വേണ്ടി കൊതിക്കുക. ഈ ആത്മീയ തലത്തിലേക്ക് കയറാൻ ആഗ്രഹിക്കുമ്പോൾ നമ്മളെ കൃപ കൊണ്ട് നിറയ്ക്കും. റോമ 8:15-16 ഒരിക്കൽ കൂടി ഞാൻ വായിക്കുകയാണ്. നിങ്ങളെ വീണ്ടും ഭയത്തിലേക്ക് നയിക്കുന്ന അടിമത്തത്തിന്റെ ആത്മാവിനെ അല്ല, മറിച്ച് പുത്രസ്വീകാര്യത്തിന്റെ ആത്മാവിനെയാണ് നിങ്ങൾ കൈക്കൊണ്ടിരിക്കുന്നത്. ഈ ആത്മാവ് മൂലമാണ് നാം ആബാ പിതാവേ എന്ന് വിളിക്കുന്നത്. നാം ദൈവത്തിന്റെ മക്കളാണെന്ന്
ഈ ആത്മാവ് നമ്മുടെ ആത്മാവിനോട് ചേർന്ന് സാക്ഷ്യം വഹിക്കും. ഓ ദൈവാത്മാവേ, ഓ ദൈവാത്മാവേ, ഇന്ന് ഈ കൂട്ടായ്മയിലായിരിക്കുന്ന എല്ലാ മക്കൾക്കും ആത്മാവിൽ പ്രാർത്ഥിക്കാനുള്ള വരം കൊടുക്കണേ. ഉള്ളുരുകി പ്രാർത്ഥിച്ച മക്കളെ, നമ്മുടെ ജീവിതത്തില് പരിശുദ്ധാത്മാവ് പ്രാർത്ഥന എഡിറ്റ് ചെയ്യട്ടെ. നമ്മുടെ ജീവിതത്തെ പരിശുദ്ധാത്മാവ് ഏറ്റെടുക്കട്ടെ. പരിശുദ്ധാത്മാവേ, എന്റെ പാർട്ട്ണറായിട്ട് മാറണേ. പരിശുദ്ധാത്മാവേ, എന്റെ കൂടെ ഇരിക്കണേ. പരിശുദ്ധാത്മാവേ, എനിക്ക് വലിയ കൃപ തരണേ എന്ന് പ്രാർത്ഥിക്കും. വലിയ കൃപ. നിങ്ങളുടെ കുടുംബത്തിൽ ആരെങ്കിലും ഒക്കെ ഈ ജീവിതത്തിൽ ലോകത്തോട് കെട്ടിയിടപ്പെട്ട യുവജനങ്ങളൊക്കെ മദ്യത്തിന് ആസക്തികൾക്കൊക്കെ അടിമപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ, പള്ളിയും ഒന്നും വേണ്ടാത്ത വിധത്തിൽ ജീവിച്ചു പോകുന്നുണ്ടെങ്കിൽ പ്രത്യേകം നിങ്ങൾ പ്രാർത്ഥിക്കും മക്കൾ, പ്രത്യേകം പ്രാർത്ഥിക്കും. എത്രയോ യുവജനങ്ങളാണ് നമുക്ക് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. അവരെല്ലാം ഒന്ന് ചേർത്ത് വെച്ച്, ഈശോയെ, ഈ സമയത്ത് പരിശുദ്ധാത്മാവ് അവരുടെ ജീവിതത്തെ തൊടട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. പരിശുദ്ധാത്മാവരുടെ ജീവിതത്തെ ഏറ്റെടുക്കണേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. അനുഗ്രഹിക്കണേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ശക്തിപ്പെടുത്തണേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. കൃപ കൊണ്ട് നിറയ്ക്കണേ എന്ന് പ്രാർത്ഥിക്കും. ഈശോയെ സ്തുതിക്കും. ഈശോയെ നന്ദി പറയുന്നു. ഈശോ പറയാണ്, നിങ്ങളുടെ പ്രാർത്ഥന, നീതിമാന്റെ പ്രാർത്ഥന സ്വർഗം തുളച്ചു കയറി, മരങ്ങൾ തുളച്ചു കയറി സ്വർഗത്തിലേക്ക് എത്തപ്പെടുകയാണ്. നമ്മുടെ പ്രാർത്ഥനയെല്ലാം അതുപോലെ എത്തപ്പെടണം. അതിനോട് എല്ലാ മക്കളും ആഗ്രഹിച്ച് ഒരിക്കൽ കൂടി പരിശുദ്ധാത്മാവിന്റെ പ്രിയ മണവാട്ടി, പരിശുദ്ധാത്മാവിന്റെ എല്ലാമായി പരിശുദ്ധ അമ്മയോട് ചേർന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിന് ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. ഈശോമിശിഹായുടെ എല്ലാ വാഗ്ദാനങ്ങൾക്ക് ഞങ്ങൾ യോഗ്യരാകുവാൻ അഭിയന്ന് പിതാവ് വരുവോ, അല്ലെങ്കിൽ എനിക്ക് ഇച്ചിരി നേരം കണ്ടിന്യൂ ചെയ്യാൻ പറ്റുമോ? സിസ്റ്ററെ, പിതാവിന് ജോയിൻ ചെയ്യാൻ പറ്റില്ല, പിതാവിന്റെ എമർജൻസിയിലാണ്. ഓക്കെ, താങ്ക് യു. പ്രിയപ്പെട്ടവരെ, നമ്മൾ പരിശുദ്ധാത്മാവ് നമ്മുടെ ജീവിതത്തില് എങ്ങനെയാണ് പരിശുദ്ധാത്മാവ് പ്രാർത്ഥിക്കണമെന്ന് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ പരിശുദ്ധാത്മാവ് നമ്മുടെ കൂട്ടുകാരനായി മാറുമ്പോൾ നമ്മുടെ പ്രാർത്ഥനയുടെ കുറവിനെ പരിശുദ്ധാത്മാവ് എഡിറ്റ് ചെയ്ത് നമ്മുടെ ഈ ഭൂമിയിലുമായി കെട്ടിയിടപ്പെടുന്നതിനെല്ലാം പരിശുദ്ധാത്മാവ് നീക്കിക്കളയും. എന്നിട്ട് നമ്മളെ മുകളിലേക്ക് മക്കളെ പോലെ പ്രാർത്ഥിക്കാനുള്ള കൃപയിലേക്ക് പരിശുദ്ധാത്മാവ് നമ്മളെ നയിക്കുകയാണ്. ഇനി രണ്ടാമത്തെ കാര്യം, പരിശുദ്ധാത്മാവ് നമ്മുടെ പ്രാർത്ഥനയെ എൻലൈറ്റൻ ചെയ്യും എന്ന് പറഞ്ഞാൽ പ്രകാശിപ്പിക്കും. അപ്പൊ നമുക്കറിയാം, നമ്മളൊരു സാധനം അത് ചെയ്തു, അത് ഭംഗിയായി എഡിറ്റ് ചെയ്തു, കുറച്ചുകൂടെ കളറൊക്കെ ഇട്ട് നല്ല അതിമനോഹരങ്ങൾ നമുക്ക് ഇഷ്ടം വരുന്നു. അപ്പൊ പരിശുദ്ധാത്മാവ് നമ്മുടെ നമ്മളെ എടുത്തു, നമ്മളെ കൂട്ടുകാരനായി മാറി, നമ്മളെ കൂട്ടിക്കൊണ്ട് പോവുകയാണ് പ്രാർത്ഥിക്കാനായിട്ട്. അപ്പൊ നമ്മൾ പ്രാർത്ഥിച്ചു തുടങ്ങി. ഇനി പരിശുദ്ധാത്മാവ് എന്ത് ചെയ്യും? നമ്മുടെ പ്രാർത്ഥനയെ എൻലൈറ്റൻ ചെയ്യും. രണ്ട് കാര്യങ്ങളാണ് അവിടെ നമ്മൾ കാണുക. വിശുദ്ധ പൗലോസ്ലീഹ തിമോത്തിയോസിന് എഴുതിയ 2-ാം ലേഖനം 4-ാം അധ്യായം 2-ാമത്തെ വചനത്തിലെ ഭാഗം നമ്മൾ എടുക്കുകയാണ്. നമുക്ക് വിശുദ്ധ പൗലോസ്ലീഹ തിമോത്തിയോസിന് എഴുതിയ 2-ാം ലേഖനം ഒന്നെടുത്ത് എല്ലാ മക്കളും 4-ാമത്തെ അധ്യായത്തിൽ 2-ാമത്തെ വചനത്തിന്റെ 2-ാം ഭാഗം നമ്മളൊന്ന് എടുക്കുകയാണ്. 2-ാം ഭാഗം നമ്മൾ ശ്രദ്ധിക്കണം. 4-ാമത്തെ വചനത്തില് അതിന്റെ 2-ാം ഭാഗം എങ്ങനെയാണ് എഴുതിയിരിക്കുക? ഒരു മിനിറ്റ്, അതിന് മുമ്പ് യാക്കോബ് ശ്ലീഹായുടെ ലേഖനം നമുക്ക് എടുക്കാം. യാക്കോബ് ശ്ലീഹായുടെ ലേഖനം 4-ാം അധ്യായം നമുക്കൊന്ന് എടുക്കാം. അതിനുശേഷം നമുക്ക് എടുക്കാം യാക്കോബ് ശ്ലീഹായുടെ ലേഖനം 4-ാം അധ്യായത്തിൽ 2-ാമത്തെ വചനത്തിന്റെ 2-ാം ഭാഗമാണ്. ഇവിടെ ഇങ്ങനെ എഴുതിയിരിക്കുകയാണ്, നിങ്ങൾ ആവശ്യപ്പെടുന്നില്ല, അതിനാൽ നിങ്ങൾക്ക് ലഭിക്കുന്നില്ല. നിങ്ങൾ ആവശ്യപ്പെടുന്നില്ല, അതുകൊണ്ട് നിങ്ങൾക്ക് ലഭിക്കുന്നില്ല. അപ്പോൾ എന്താ അവിടെ പറഞ്ഞിരിക്കുന്നത്? പരിശുദ്ധാത്മാവ് നമ്മുടെ പ്രാർത്ഥനയെ എൻലൈറ്റൻ ചെയ്യുമെന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ട് ഈ വചനം നിങ്ങളോട് പറയാണ്. യാക്കോബ് ശ്ലീഹ പറയാണ്, നിങ്ങൾ ആവശ്യപ്പെടുന്നില്ല, അതിനാൽ നിങ്ങൾക്ക് ലഭിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യണം? ഞാൻ ചോദിക്കണം. പരിശുദ്ധാത്മാവേ, എൻ്റെ ഈ പ്രാർത്ഥനയെ അവിടെ നിന്ന് എൻലൈറ്റൻ ചെയ്യിപ്പിക്കണേ. ചോദിക്കണം. പരിശുദ്ധാത്മാവ് എങ്ങനെയാണ് നമ്മുടെ പ്രാർത്ഥനയെ എൻലൈറ്റൻ ചെയ്യിപ്പിക്കാൻ പോകുന്നത്? നമ്മൾ ചോദിച്ചു കഴിയുമ്പോൾ ആത്മാവ് എന്താണ് ചെയ്യാൻ പോകുന്നതെന്നാണ് വീണ്ടും പറയാൻ പോകുന്നത്. 1-ാമത്തെ വചനം, റോമാക്കാർക്ക് എഴുതിയ ലേഖനം 8-ാം അധ്യായം 26-27 വചനങ്ങൾ നിങ്ങൾ ഈ ദിവസങ്ങളിൽ ആരെങ്കിലും ഒക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഇല്ലെങ്കിൽ നിങ്ങൾക്കത് കാണാപ്പാടം അറിയാം. നമ്മുടെ ബലഹീനതയിൽ ആത്മാവ് നമ്മെ സഹായിക്കുന്നു. വേണ്ട വിധം പ്രാർത്ഥിക്കേണ്ടത് എങ്ങനെയെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. അവാച്യമായ നെടുവീർപ്പുകളാൽ ആത്മാവ് തന്നെ നമുക്ക് വേണ്ടി
മധ്യസ്ഥം വഹിക്കുകയാണ്. രണ്ട് വിധം പ്രാർത്ഥിക്കേണ്ടത് എങ്ങനെയാന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. അവാച്യമായ നെടുവീർപ്പുകളാൽ ആത്മാവ് തന്നെ നമുക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കുന്നു. അപ്പോൾ പരിശുദ്ധാത്മാവ് ചെയ്യാൻ പോകുന്നത് എല്ലായിട്ടും ചെയ്യിപ്പിക്കാന്ന് പറഞ്ഞ ഒന്നാമത്തെ കാര്യം എന്താണ്? പരിശുദ്ധാത്മാവ് നമുക്ക് വേണ്ടി ഇന്റർസീഡ് ചെയ്യുകയാണ്, നമുക്ക് വേണ്ടി മധ്യസ്ഥം വിളിക്കുകയാണ്. എൻ്റെ പ്രാർത്ഥനയെ പരിശുദ്ധാത്മാവ് എല്ലായിട്ടും ചെയ്യിപ്പിക്കാന്ന് പറഞ്ഞാൽ എനിക്ക് വേണ്ടി പരിശുദ്ധാത്മാവ് മധ്യസ്ഥം വിളിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഞാൻ ഇങ്ങനെ ചുമ്മാ ഒരു കാര്യം, ഞാൻ ചിലപ്പോഴൊക്കെ ഈ പരിശുദ്ധാത്മാവോട് ഇങ്ങനെ പ്രാർത്ഥിക്കും, പരിശുദ്ധാത്മാവേ ഞാൻ യോഗ്യമൊന്നുമില്ല, എനിക്ക് ഒത്തിരി കുറവുണ്ട്, എന്നോട് ഒത്തിരി ഇഷ്ടമുണ്ടെങ്കിൽ നാളെ ഇന്ന സമയത്ത് ഇന്ന കാര്യം എനിക്കൊന്ന് ചെയ്തു തരുമോ? അത് ഞാൻ അങ്ങനെ വാശി പിടിക്കില്ല, സ്നേഹത്തോടെ സംസാരിക്കും. എന്നെ ഒത്തിരി ഇഷ്ടമുണ്ടെങ്കിൽ എനിക്ക് ചെയ്തു തരൂ. അപ്പൊ എനിക്കറിയാം എനിക്ക് യോഗ്യതയൊന്നുമില്ല എന്ന് നന്നായി അറിഞ്ഞുകൊണ്ടാണ് ഞാനത് പറയുന്നത്. അങ്ങനെ ഞാൻ പറഞ്ഞിട്ട് ഞാൻ അതേ സമയത്ത് തൊട്ട് മുമ്പ് എനിക്കത് കാണാൻ പറ്റും. അപ്പൊ ഞാൻ അങ്ങോട്ട് എനിക്ക് കണ്ണ് നിറഞ്ഞു പോകും. കാരണം നമുക്ക് എന്ത് യോഗ്യത കിട്ടുമെന്ന് എനിക്കൊരു പ്രതീക്ഷ ഇല്ലാതെയാണ് ഞാൻ പറയുന്നത്. പക്ഷേ യോഗ്യതയൊന്നുമില്ലാത്ത എനിക്ക് അത് ചെയ്തു തരുന്ന ഒരു പരിശുദ്ധാത്മാവിനെ ഞാൻ കാണുകയാണ്. പ്രിയപ്പെട്ടവരെ, അപ്പൊ എനിക്ക് തോന്നും എൻ്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടി, അതിനെ പ്രകാശിപ്പിക്കുന്ന ഒരു പരിശുദ്ധാത്മാവ്, എനിക്ക് വേണ്ടി മധ്യസ്ഥം വിളിക്കുന്ന ഒരു പരിശുദ്ധാത്മാവ്, എൻ്റെ കൂടെ ഇരിക്കുന്ന ഒരു പരിശുദ്ധാത്മാവ്, ചോദിക്കുന്നതിന് മുമ്പ് തന്നെ എല്ലാം ചെയ്തു തരുന്ന ഒരു പരിശുദ്ധാത്മാവുണ്ട്. ഇനി രണ്ടാമത് ഈശോ തന്നെ പറഞ്ഞു, കർത്താവിന്റെ വചനത്തിന് നമുക്കറിയാം, ഒന്ന് യോഹന്നാൻ സ്ലീഹായുടെ സുവിശേഷത്തില് 14 അധ്യായം 26, 27 വചനങ്ങൾ ഈ ദിവസങ്ങൾ നിങ്ങൾ കേട്ടതാണ്, കേട്ട് കാണുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. കാരണം സാധാരണ ആളുകൾ വചനം പറയുമ്പോൾ അത് പറയാറുണ്ട്. യോഹന്നാൻ 14, 26, 27 വചനം പറഞ്ഞു, എന്നാൽ എൻ്റെ നാമത്തിൽ പിതാവ് അയക്കുന്ന സഹായകനായ പരിശുദ്ധാത്മാവ് എല്ലാ കാര്യങ്ങളും നിങ്ങളെ പഠിപ്പിക്കുകയും ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുള്ളതെല്ലാം നിങ്ങളെ അനുസ്മരിപ്പിക്കുകയും ചെയ്യും. എനിക്ക് തോന്നുന്നു ഇന്നലെ ഒരു അച്ഛൻ വചനം എടുത്തപ്പോൾ ഈ വചനം പറഞ്ഞിരുന്നു. പരിശുദ്ധാത്മാവ് നിങ്ങളെ പഠിപ്പിക്കും, നിങ്ങളെ സഹായിക്കും, പരിശുദ്ധാത്മാവ് നിങ്ങളെ സഹായിക്കും. പരിശുദ്ധാത്മാവ് നമ്മുടെ കൂടെ ഉണ്ടാവും. ഈ പഠിപ്പിക്കുന്ന പരിശുദ്ധാത്മാവിനെ നമുക്ക് ഒത്തിരി അനുഭവങ്ങൾ എന്റെയും നിങ്ങളുടെയൊക്കെ ജീവിതത്തിലുണ്ട്. ഞാൻ പണ്ടൊക്കെ ഒത്തിരി അനുഭവങ്ങൾ, ഇപ്പൊ അങ്ങനെ അനുഭവങ്ങൾക്കപ്പുറത്ത് നമ്മുടെ ജീവിതത്തെ കുറച്ചുകൂടി ക്രമപ്പെടുത്തണമെന്ന് എനിക്ക് തോന്നുകൊണ്ടാണ് ഞാൻ അനുഭവങ്ങളൊന്നും തന്നെ പറയാത്തെ. നമ്മളെ പഠിപ്പിക്കും പരിശുദ്ധാത്മാവ്, നമ്മുടെ കൈ പിടിച്ച് നമ്മളെ നയിക്കും. നമുക്ക് യഥാർത്ഥ പാവബോധം തരുന്ന ഒരു പരിശുദ്ധാത്മാവുണ്ട്, നമ്മുടെ സഹായകനാണ് പരിശുദ്ധാത്മാവ്. ഒന്ന് നമുക്ക് വേണ്ടി പരിശുദ്ധാത്മാവ് ഇന്റർസീഡ് ചെയ്യുകയാണ്, മധ്യസ്ഥം വിളിക്കുകയാണ്. രണ്ട്, പരിശുദ്ധാത്മാവ് നമ്മളെ ചെയ്യുകയാണ്, നമ്മളെ സഹായിക്കുകയാണ്. ഞാൻ നിന്നെ പറഞ്ഞു തരാം, നീ ഇങ്ങോട്ട് പോകുമ്പോ അതേ ചെയ്യാവുള്ളൂ, നീ ഇങ്ങോട്ട് പോകുമ്പോ അതേ ചെയ്യാവുള്ളൂ, വേറെ ഒന്നും നീ ചെയ്യരുത്. നമ്മളെ പഠിപ്പിച്ചു തരുന്ന ഒരു പരിശുദ്ധാത്മാവുണ്ട് നമ്മുടെ കൂടെ, നമ്മളെ സഹായിക്കുന്ന ഒരു പരിശുദ്ധാത്മാവുണ്ട്. നമ്മളത് കേൾക്കാൻ മനസ്സാകുന്നില്ലെങ്കിൽ നമ്മളിൽ നിന്നത് പോകും. മൂന്നാമതൊരു കാര്യം, ഈ പരിശുദ്ധാത്മാവ് നമ്മുടെ ജീവിതത്തെ, നമ്മുടെ പ്രാർത്ഥനകൾക്ക് ഒരു ഉറപ്പ് തരും. പരിശുദ്ധാത്മാവ് ചെയ്യാൻ പോകുന്ന കാര്യം നമ്മുടെ പ്രാർത്ഥനകൾക്ക് ഉറപ്പ് തരിക എന്നുള്ളത് പരിശുദ്ധാത്മാവിന്റെ പ്രത്യേകതയാണ്. ഞാൻ നിങ്ങളുമൊക്കെ പ്രാർത്ഥിക്കുമ്പോൾ അതിന്റെ ഉറപ്പ് കിട്ടും. അതിനാണ് യോഹന്നാൻ സ്ലീഹായുടെ 1-ാം ലേഖനം 5-ാം അധ്യായം 14, 15 വചനങ്ങൾ. യോഹന്നാൻ സ്ലീഹായുടെ 1-ാം ലേഖനം 5-ാം അധ്യായം 14, 15 വചനങ്ങൾ നമുക്ക് വായിക്കാം. അവന്റെ ഇഷ്ടത്തിനനുസൃതമായി എന്തെങ്കിലും നാം ചോദിച്ചാൽ അവിടുന്ന് നമ്മുടെ പ്രാർത്ഥന കേൾക്കും എന്നതാണ് അവനിലുള്ള നമ്മുടെ ഉറപ്പ്. നമ്മുടെ അപേക്ഷ അവിടുന്ന് കേൾക്കുന്നു എന്ന് നമുക്കറിയാമെങ്കിൽ നാം ചോദിച്ചു കഴിഞ്ഞത് നമുക്ക് കിട്ടിക്കഴിഞ്ഞുവെന്നും നമുക്കറിയാം. അപ്പൊ നമ്മുടെ പ്രാർത്ഥനയ്ക്കൊരു ഉറപ്പ്, ഒരു എൻഷുർ തരികയാണ് പരിശുദ്ധാത്മാവ്. ഈ കൂട്ടുകാരനായിട്ട് പരിശുദ്ധാത്മാവിനെ കൂടെ പിടിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് നമ്മളെ എല്ലാറ്റും ചെയ്യും. പരിശുദ്ധാത്മാവ് നമ്മുടെ ജീവിതത്തിൽ പ്രാർത്ഥന കേൾക്കാൻ തുടങ്ങും. പരിശുദ്ധാത്മാവ് നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം തരും. അപ്പൊ പരിശുദ്ധാത്മാവ് നമ്മളോട് ചെയ്യുന്ന കാര്യമാണ് ശ്രദ്ധ തരും. നമുക്ക് ശ്രദ്ധ തരും, നമ്മളെ മിനുക്കിയെടുക്കും എന്നൊക്കെ പറയുമ്പോൾ ജീവിതത്തിലെ ചില സമയങ്ങളിൽ നമുക്കറിയാം, ഞാൻ ഓർക്കുന്നുണ്ട് ഒത്തിരി മാറ്റങ്ങൾ ജീവിതത്തിൽ പരിശുദ്ധാത്മാവ് തന്നിട്ടുണ്ട്. ഒരുപാട് മാറ്റങ്ങൾ. ചിലപ്പോഴൊക്കെ ഞാൻ ഓർത്തിട്ടുണ്ട്, എനിക്ക് പ്രാർത്ഥിക്കുന്ന സമയത്ത് ഒത്തിരി ഉറങ്ങുന്ന ആളായിരുന്നു ഞാൻ. എൻ്റെ ഫോർമേഷൻ കാലഘട്ടത്തിലൊക്കെ ഞാൻ ഒരുപാട് പ്രാർത്ഥിക്കുന്ന സമയത്തെല്ലാം ഉറങ്ങും. അപ്പൊ ഒരു ദിവസം ഞാൻ സിസ്റ്റർ ആകുന്ന തൊട്ട് മുമ്പാണ്, എൻ്റെ വീട്ടിൽ നിന്ന് വന്നിരിക്കുകയാണ് എന്നെ കാണാനായിട്ട്. അപ്പൊ എൻ്റെ അപ്പനും അമ്മയും അടുത്ത ബന്ധുക്കളൊക്കെ ഉണ്ട്. അവരൊക്കെ നമ്മളെ വന്ന് കണ്ട് സംസാരിക്കുമ്പോൾ എന്നെ നോക്കുന്ന സിസ്റ്റർ പറയുകയാണ്, ഈ കൊച്ച് ഭയങ്കരമായിട്ട് ഉറങ്ങുകയാണ്, പ്രാർത്ഥിക്കാനിരിക്കുമ്പോഴെല്ലാം ഉറങ്ങുകയാണ്. ഇങ്ങനെ ഉറങ്ങിയാൽ എങ്ങനെയാണ് സന്യാസത്തിൽ മുന്നോട്ട് പോകാൻ പറ്റുക?
അപ്പൊ അതിങ്ങനെ എന്നെ അങ്ങനെ പറഞ്ഞപ്പോ എനിക്കും വിഷമമായി. പക്ഷെ എനിക്ക് ഉറക്കം മാറ്റാൻ പറ്റുന്നില്ല. നമ്മുടെ 18 വയസ്സ് പൂർത്തിയായിട്ടില്ല. അപ്പൊ നമ്മുടെ ആ ഒരു സമയത്ത് നല്ല പ്രായത്തിൽ രാവിലെ 5 മണിക്ക് എഴുന്നേൽക്കുന്നൊന്നും പറ്റുന്നില്ല. ഉറക്കം വലിയ ബുദ്ധിമുട്ടാണ്. അപ്പൊ ഒത്തിരി ഇങ്ങനെ ഉറക്കം, എപ്പോ പ്രാർത്ഥിക്കാൻ പുസ്തകം എടുത്താലും ഉറക്കം തന്നെ ഉറക്കം നടക്കില്ല. കുർബാനയുടെ സമയത്ത് പോലും ഉറക്കം വരുന്ന ഒരു അവസ്ഥയിലേക്ക് മാറി. അപ്പൊ ഞാൻ ഇങ്ങനെ പരിശുദ്ധാത്മാവിനോട് പ്രാർത്ഥിച്ചു തുടങ്ങിയപ്പോ എനിക്ക് പറ്റില്ലാത്തൊരു കാര്യമാണ്. എന്റെ കൂട്ടുകാരനായ പരിശുദ്ധാത്മാവേ, ഈശോയുടെ മണവാട്ടിയാകാൻ ഞാൻ നീ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ എനിക്കിത് മാറ്റിത്തരണം. പ്രിയപ്പെട്ടവരെ, നാളത്തെ കാര്യം എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷേ ഈശോയുടെ മുമ്പിലിരിക്കുമ്പോ അങ്ങനെ അതുപോലെ യാത്ര ചെയ്ത് ക്ഷീണിച്ചു പോയെങ്കിൽ, അല്ലെങ്കിൽ ഉറങ്ങാതിരുന്ന് പ്രാർത്ഥിക്കാനുള്ള ഒരു കൃപ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് തന്നിട്ടുണ്ട്. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് തന്നു നമുക്ക്. ഇപ്പൊ നമ്മൾ നമ്മുടെ ജീവിതത്തിലെ ചില കുറവുകളുണ്ടല്ലോ, അത് മാറ്റാൻ ആത്മാവാണ് നമ്മളെ സഹായിക്കുക. നമുക്ക് അതിനുള്ള ഒരു കൃപ, അതുപോലെ ഒന്ന് ക്ഷമിക്കാൻ, പെട്ടെന്ന് പൊട്ടിത്തെറിക്കാതിരിക്കാനുള്ള കൃപ, അതൊക്കെ ഞാൻ പരിശുദ്ധാത്മാവിനോട് ഒത്തിരി ചോദിച്ചു മേടിച്ചിട്ടുള്ള കാര്യങ്ങളാണ്. എനിക്കത് അനുഭവിക്കാൻ പറ്റുന്നുണ്ട്. നമ്മൾ ഈ പരിശുദ്ധാത്മാവിനോട് പറയേണ്ടതും ഈ ഇന്റർസീഡ് ചെയ്യേണ്ടതും പ്രാർത്ഥിക്കേണ്ടതും ഒക്കെ നമ്മുടെ ആത്മാവിൽ കുറച്ച് മാറ്റങ്ങൾ ഉണ്ടാവാനാണ്. മറ്റൊന്നും നമുക്ക് കിട്ടിയിട്ട് യാതൊരു കാര്യമില്ല. ഞാൻ ഈ ദിവസങ്ങളിലൊക്കെ ഒത്തിരി പേര് ഇങ്ങനെ സങ്കടങ്ങളും വിഷമങ്ങളും ഒക്കെ പറയുമ്പോൾ, ഇന്നിപ്പോ എന്നെ ഒരു കൊച്ചു വിളിച്ചിരിക്കുകയാണ്. അവൻ UK എത്തിയതുള്ളൂ, ഒരാഴ്ച ആയതുള്ളൂ. ഒരാഴ്ചയുടെ അവൻ വിളിച്ചിരിക്കുന്നത് ഇങ്ങനെയാണ്: സിസ്റ്ററെ, എനിക്ക് ജോലി ഒന്നും ആയിട്ടില്ല. എനിക്ക് അടുത്ത ജൂൺ ആദ്യം തന്നെ യൂണിവേഴ്സിറ്റി ഫീസ് അടയ്ക്കേണ്ടത്, സ്റ്റുഡന്റ് വിസയിലാണ് അവൻ വന്നിരിക്കുന്നത്. സിസ്റ്റർ ഒന്ന് പ്രാർത്ഥിക്കണം, എനിക്കൊരു ജോലിയാകും. അപ്പൊ ഞാൻ ചോദിച്ചേടാ, നീ പ്രാർത്ഥിക്കുന്നൊക്കെ ഉണ്ടോ? നീ ബൈബിള് വായിക്കുന്നുണ്ടോ? നീ കൊന്ത ചെല്ലുന്നുണ്ടോ? സിസ്റ്ററെ, അമ്മ ബൈബിളും കൊന്തയെല്ലാം എനിക്ക് തന്ന ഉച്ചയ്ക്ക് എന്നെ വിളിച്ചത് പറഞ്ഞോ, അമ്മ ബൈബിളും കൊന്തയെല്ലാം എനിക്ക് തന്നാ വിട്ടിരിക്കുന്നത്. ഞാൻ ചോദിച്ചേട്ടാ, തന്നു വിട്ടിട്ട് കാര്യമുണ്ടോ? നീ പ്രാർത്ഥിക്കുന്നുണ്ടോ? അപ്പൊ അവൻ എന്നോട് പറയുകയാണ്, ഇനി പ്രാർത്ഥിക്കാം സിസ്റ്ററെ. അതായത് പ്രിയപ്പെട്ടവരെ, നമ്മൾക്ക് ഇത് നമ്മുടെ ഭാഗത്തുനിന്നൊരു എഫേർട്ട് ഇല്ല. എല്ലാം ദൈവം തന്നാ മതി എന്നൊരു തലത്തിലേക്ക് നമ്മുടെ എല്ലാവരുടെയും രീതികൾ മാറിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് അതല്ല വേണ്ടേ. ഈ പന്തക്കുസ്ത ദിനത്തിലിരുന്ന് നിങ്ങൾ അഭിഷേകത്തിന് വേണ്ടി ചോദിക്കുമ്പോൾ യഥാർത്ഥത്തിൽ പരിശുദ്ധാത്മാവിന്റെ ഒരു കൂട്ടുകാര്, സ്നേഹം നിറയുന്ന ഒരു ഹൃദയമൊക്കെ നമുക്ക് തരണം. നമ്മളെ കാണും മറ്റുള്ളവർക്ക് സ്നേഹം തോന്നണം, നമുക്കും അവരോടൊരു സ്നേഹം തോന്നുന്ന ഒരു ഹൃദയം നമുക്ക് തരണേ എന്ന് പ്രാർത്ഥിക്കണം. ആ ഒരു ഹൃദയം നമുക്ക് കിട്ടിയാലാണ് നമ്മുടെ ജീവിതത്തിൽ ഒരു മാറ്റം ഉണ്ടാവുകയുള്ളൂ. ഞാൻ കഴിഞ്ഞ ഇടയ്ക്ക് ഏതാനും ഇങ്ങനെ സ്ഥലത്തൂടി ഇങ്ങനെ സന്ദർശനത്തിന് പോയി. അപ്പൊ ഒരു വീട്ടിൽ ചെന്ന് കഴിഞ്ഞപ്പോ വീട്ടില് ഭാര്യ മരിച്ച ഒരു കുടുംബമാണ്. ഞാനിങ്ങനെ പ്രാർത്ഥിച്ചു, അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു കഴിഞ്ഞു. എല്ലാം ഓക്കെ എന്ന് പറഞ്ഞ് മോനും ഒക്കെ കൂടെയുണ്ട്. പക്ഷെ എനിക്ക് അവരോട് അല്പനേരം സംസാരിക്കണം എന്ന് ആഗ്രഹമുണ്ട് പേഴ്സണലായിട്ട്. കാരണം ഈശോ എനിക്ക് വ്യക്തമായിട്ട് കാണിച്ചു തരികയാണ് ആളുടെ ജീവിതം ഒട്ടും ഒക്കെയല്ല എന്ന് കർത്താവ് വ്യക്തമായിട്ട് എനിക്ക് അടിവരയിട്ട് പറഞ്ഞു തരികയാണ്. പക്ഷെ എനിക്ക് ചോദിക്കാൻ ഇഷ്ടമില്ല, കാരണം മോൻ അവിടെ നിൽപ്പുണ്ട്. ഞാൻ അവിടെ നിന്ന് ഇറങ്ങിപ്പോന്നു. ഞാൻ ഈ മനുഷ്യന് വേണ്ടി പ്രാർത്ഥിച്ചു. ഈശോയെ, എങ്ങനെയാണ് ഈ മനുഷ്യന്റെ തെറ്റായ ജീവിതത്തിന് ദേഹത്തെ ഒന്ന് മാറ്റാൻ പറ്റുക? ഒന്നും ഞാൻ അങ്ങനെ പറഞ്ഞ് പ്രാർത്ഥിച്ച് ഞാൻ അന്ന് വൈകുന്നേരം ഞാൻ മറ്റൊരാളെ കണ്ടുമുട്ടുകയാണ്. മറ്റൊരാളെ കണ്ടുമുട്ടുമ്പോൾ ആ ആളെന്നോട് പറഞ്ഞു, സിസ്റ്റർ, എനിക്ക് കുറച്ചു നേരം സംസാരിക്കണം. ഞാനിങ്ങനെ ആ വ്യക്തിയോട് സംസാരിച്ചെങ്കിൽ പെട്ടെന്ന് ഞാൻ രാവിലെ കണ്ട ആളുടെ പേര് എൻ്റെ ഉള്ളിലേക്ക് വരികയാണ്. ഞാനപ്പോ ഇവരോട് ചോദിച്ചു, ഇന്ന ആളുമായി നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഈശോ എന്നെ വ്യക്തമായിട്ട് കാണിച്ചു തരുന്നുണ്ട്. വലിയൊരു കുഴിയിലേക്ക് നിങ്ങൾ പാന്താന്ന് പോകുന്നതായിട്ട് ഈശോ കാണിച്ചു തരും. ആ സ്ത്രീ അവിടെ നിന്നിരുന്ന് കരയുകയാണ്. കരഞ്ഞിട്ട് എന്നോട് അവര് തമ്മിലുള്ള തെറ്റായ ബന്ധത്തെക്കുറിച്ചെല്ലാം ഇങ്ങനെ ഷെയർ ചെയ്യുകയാണ്. ഞാൻ പറഞ്ഞു, അദ്ദേഹത്തോട് എനിക്ക് പറയാൻ പറ്റിയില്ല, പക്ഷെ നീ ഇന്ന് നീ ഇത് ഉപേക്ഷിച്ചാൽ നിന്റെ ജീവിതത്തിൽ ഈശോ ഒരുപാട് ഇടപെടൽ തരും. ഈ ദിവസങ്ങളിലെല്ലാം ആ സ്ത്രീ അതിനുവേണ്ടി പരിശ്രമിച്ചു. ഒത്തിരി മാറ്റങ്ങൾ ഈശോ അവർക്ക് കൊടുക്കുകയാണ്. കർത്താവ് ഒരു വ്യക്തിയെ തൻ്റെതാക്കാൻ ആഗ്രഹിക്കുമ്പോ പരിശുദ്ധാത്മാവ് അവരിലൂടെ ആരിലും കൂടെയൊക്കെ പ്രവർത്തിക്കാൻ ഈശോ ആഗ്രഹിക്കും. എനിക്ക് ഉറപ്പാ. കാരണം നമ്മൾ അവിടെ ചെല്ലണമെന്ന് അവർ ആഗ്രഹിച്ചു, പക്ഷെ അവരോട് പറഞ്ഞു കൊടുക്കാൻ നമുക്ക് പറ്റില്ല. പക്ഷെ അവരുടെ മനസ്സിന്റെ ആഗ്രഹം കണ്ട് കർത്താവ് മറ്റൊരാൾ യഥാർത്ഥത്തിൽ മറ്റാരുമായിട്ടാണ് ബന്ധം അവരുടെ അടുക്കലേക്ക് എന്നെ എത്തിക്കുകയാണ്. അതവിടെ ചോദിക്കണമെന്ന് പോലും ആഗ്രഹിച്ചല്ല, എനിക്കിതറിയില്ല. എന്നോട് ചെല്ലുമ്പോൾ ആത്മാവ് പ്രവർത്തിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, പരിശുദ്ധാത്മാവ് ജീവിതങ്ങളെ മാനസാന്തരപ്പെടുത്താനുള്ള ഒരു കൃപ പരിശുദ്ധാത്മാവ് നമുക്ക് തരും. നമ്മൾ പരിശുദ്ധാത്മാവിനോട് പറയണം, നമ്മുടെ ജീവിതത്തെ മാറ്റണം, മറ്റുള്ളവർക്ക് മാനസാന്തരങ്ങൾ കൊടുക്കുന്ന ഒരു ദൈവിക കൃപയുള്ള വ്യക്തിയാക്കി എന്നെ മാറ്റണമെന്ന് പറയണം. അതാണ് പരിശുദ്ധാത്മാവ് നമ്മളിൽ നിന്ന് ആവശ്യപ്പെടുന്നത്. ഒത്തിരി ജീവിതങ്ങളിൽ ഇങ്ങനെ അവർക്ക് ഇഷ്ടമുള്ള വഴികളിലൂടെ ഒരു യാത്രയാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതല്ല ദൈവം നമ്മളിൽ നിന്ന് ആവശ്യപ്പെടുന്നത്. നമുക്ക് അതുകൊണ്ട് കർത്താവിന്റെ ആത്മാവിനോട് ചേർന്ന് നമ്മൾ പ്രാർത്ഥിക്കണം, പരിശുദ്ധാത്മാവിൽ പ്രാർത്ഥിക്കണം. നിങ്ങളെപ്പോൾ പ്രാർത്ഥിച്ചാൽ, നിങ്ങളിപ്പോൾ ഒരാളുടെ മാനസാന്തരം വേണ്ടി പ്രാർത്ഥിക്കുക, ആ പ്രാർത്ഥിക്കുമ്പോഴും പരിശുദ്ധാത്മാവിനെ കൂട്ടിപ്പിടിച്ച് പ്രാർത്ഥിക്കുക.
പരിശുദ്ധാത്മാവേ അവരെ ഒന്ന് അനുഗ്രഹിക്കണേ പരിശുദ്ധാത്മാവേ, അവരെ ഒന്ന് അനുഗ്രഹിക്കണേ പരിശുദ്ധാത്മാവ്. ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം. അപ്പൊ പരിശുദ്ധാത്മാവ് അവരുടെയൊക്കെ ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ തുടങ്ങും. നമുക്ക് അതൊന്ന് പരിശീലിക്കണം, അതൊന്ന് പരിശ്രമിച്ച് നമ്മൾ അത് സ്വന്തമാക്കി എടുത്താലാണ് നമ്മുടെ ജീവിതത്തിൽ ഈ ഒരു കൃപ നിറയുള്ളൂ. പരിശുദ്ധാത്മാവ് എങ്ങനെയാണ് നമ്മൾ പ്രവർത്തിക്കുക, നമ്മുടെ പ്രാർത്ഥനയെ എനേബിൾ ചെയ്ത് എൻലൈറ്റ് ചെയ്ത് നമ്മളെ പരിശുദ്ധാത്മാവ് നമുക്ക് വേണ്ടി മധ്യസ്ഥം വിളിച്ച് സഹായകനായി നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ഉറപ്പ് തരും പരിശുദ്ധാത്മാവ്. അപ്പൊ നമ്മൾക്ക് ഈ ഒരു തലത്തിലേക്ക് നിങ്ങൾക്കെല്ലാം മാറാൻ കർത്താവ് കൃപ തരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മൾ ആരാധനയിലേക്ക് പ്രവേശിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. അപ്പൊ നമ്മൾ കുറച്ചു നേരം ഏകദേശം ഒരു 40 മിനിറ്റോളം നമ്മൾ ആരാധിക്കുകയാണ്. എല്ലാ മക്കളും സാധിക്കുന്നവരെല്ലാം ഈശോയുടെ സന്നിധിയിലേക്ക് ചേർന്നിരിക്കാം. കർത്താവ് നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. കർത്താവ് നമ്മുടെ ജീവിതത്തെ മാറ്റിയെടുക്കട്ടെ. നമുക്കറിയാം നമുക്ക് എന്തുമാത്രം കുറവുണ്ട്, എനിക്ക് നിങ്ങൾക്കും ഒക്കെ. ഇപ്പൊ ആരും ഭൗതിക ആവശ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കേണ്ട. പരിശുദ്ധാത്മാവിൽ പ്രാർത്ഥിക്കാനുള്ള ഒരു കൃപ എനിക്ക് തരണേ. പരിശുദ്ധാത്മാവെ അങ്ങിൽ പ്രാർത്ഥിക്കാനുള്ള ഒരു കൃപ എനിക്ക് തരണേ. നമ്മളത് പ്രാർത്ഥിച്ച് ചോദിക്കുകയാണ്. ആ മക്കളെ പോലെ പ്രാർത്ഥിക്കുന്ന അത്ഭുതം നടക്കും. മക്കളെ പോലെ പ്രാർത്ഥിക്കണം, അത്ഭുതം നടന്നിരിക്കും, അത് ഉറപ്പുള്ള കാര്യമാണ്. എല്ലാവരും ഈശോയുടെ സന്നിധിയിലേക്ക് ചേർന്നിരുന്ന് കണ്ണുകളടച്ച് കരങ്ങൾ കൂട്ടിപ്പിടിച്ച് ദിവ്യകാരുണ്യനാഥനെ നമ്മുടെ മധ്യത്തിലേക്ക് ക്ഷണിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. ഈശോയെ, നിങ്ങളുടെ മധ്യത്തിലേക്ക് അവിടുന്ന് ഇറങ്ങി വരണം, നിങ്ങളുടെ ജീവിതത്തിലേക്ക് അവിടുന്ന് കടന്നു വരണേ, ഞങ്ങളെ ഏറ്റെടുക്കണേ എന്നൊക്കെ ആഗ്രഹിച്ചുകൊണ്ട് പരിശുദ്ധമായ ആരാധനയിലേക്ക് നമുക്ക് പ്രവേശിച്ചുകൊണ്ട് നമുക്ക് ആരാധനയുടെ ഒരു ഗാനം പാടി പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവേ, ഞങ്ങൾ വന്ന് നിറയണേ, ഞങ്ങളെ മാറ്റണേ, ഞങ്ങളെ മാറ്റിയെടുക്കണേ ആഗ്രഹിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. പ്രിയപ്പെട്ടവരെ, പരിശുദ്ധ പരമ ദിവ്യകാരുണ്യമേ, ഇന്നേരവും സ്തുതി
പരിശുദ്ധ പരമാദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമാദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നിത്യസ്തുതിക്ക് അർഹമായ പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും ഉണ്ടായിരിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, ഒത്തിരി സ്നേഹത്തോടെ ദിവ്യകാരുണ്യ ഈശോയെ നമുക്കെല്ലാം നോക്കാം. എൻ്റെ കർത്താവേ, എൻ്റെ ദൈവമേ എന്ന് എല്ലാ ഹൃദയങ്ങളും ഈശോയെ നോക്കി ഏറ്റുപറയട്ടെ. ഈശോ ഇരുന്നപ്പോൾ അവരെല്ലാം അവന്റെ അടുത്തേക്ക് വന്നു. അവനെ കണ്ടപ്പോൾ അവരെല്ലാവരും സന്തോഷിച്ചുവെന്ന് തിരുവചനത്തിൽ എഴുതി വെച്ചിട്ടുണ്ട്. നമുക്കെല്ലാം ഈശോ നമ്മുടെ മധ്യത്തിൽ ഇരിക്കുകയാണ്. അവന്റെ അടുത്തോട്ട് അങ്ങ് ചേർന്നിരിക്കാം. ഒത്തിരി സന്തോഷത്തോടെ നമ്മുടെ ജീവന്റെ ജീവനായ എന്നെയും നിങ്ങളെയും ഒക്കെ തൊട്ടറിയുന്ന, എന്നെയും നിങ്ങളെയും ഒക്കെ മനസ്സിലാക്കുന്ന, എന്റെയും നിങ്ങളുടെയും ഹൃദയത്തെ സ്നേഹിക്കുന്ന ഒരു ഈശോയുടെ അടുക്കലേക്ക് നമുക്കെല്ലാം ചേർന്നിരിക്കും. കർത്താവേ, ഞാനിതാ ഓടി വന്നിരിക്കുകയാണ് ഈശോ. കർത്താവേ, ഞാനിതാ ഓടി വന്നിരിക്കുന്നു. കർത്താവേ, അങ്ങയുടെ നല്ല ആത്മാവിനാൽ എന്നെ നിരപ്പുള്ള പാതയിലൂടെ നയിക്കണേ എന്ന് സങ്കീർത്തകൻ പ്രാർത്ഥിച്ചതുപോലെ നമുക്കെല്ലാം പ്രാർത്ഥിക്കാം. ഈശോയെ, ഞാനിതാ ഓടി വരികയാണ്. കർത്താവേ, നിന്റെ അടുക്കലേക്ക് ഞാനിതാ ഓടി വരികയാണ്. അങ്ങയുടെ നല്ല ആത്മാവിനാൽ എന്നെ നിരപ്പുള്ള പാതയിലൂടെ നയിക്കണേ എന്ന് ഈശോയോട് പ്രാർത്ഥിക്കണം. എല്ലാ ഹൃദയങ്ങളും ഈശോയുടെ സന്നിധിയിലേക്ക് ഉയർത്താം. എല്ലാ മക്കളും നിങ്ങളുടെ എല്ലാ നിയോഗങ്ങള്, നിങ്ങളുടെ സന്തോഷങ്ങള്, നിങ്ങളുടെ സങ്കടങ്ങള്, നിങ്ങൾക്ക് എന്തൊക്കെ ഈശോയോട് പറയാനുണ്ടോ അതെല്ലാം ഇന്ന് ഈശോ നമുക്ക് തന്ന വചനം എന്നാണ് ജോബ് 42:2. കർത്താവേ, അങ്ങേക്കെല്ലാം സാധിക്കും. അങ്ങയുടെ യാതൊരു ഉദ്ദേശത്തെയും ആർക്കും തടയാനാവില്ലെന്ന് ഞാൻ അറിയുന്നു. കർത്താവ് ഇന്നെല്ലാം സാധിച്ചു തരും. കുറച്ച് വിശ്വസിക്കുക എല്ലാ മക്കളും. കർത്താവ് നിന്റെ ജീവിതത്തിൽ ഇന്ന് വലിയ ഇടപെടലുകൾ തരുമെന്ന്. നീ ഇവിടെ കാത്തിരിക്കുന്നതൊക്കെ അവനോട് ചേരാൻ വേണ്ടിയാണ്, അവന്റെ കൂടെ നടക്കാൻ വേണ്ടിയാണ്, അവനോട് ഒന്നായി കാണപ്പെടാൻ വേണ്ടിയാണ്. കർത്താവേ, സങ്കീർത്തകനെ പോലെ ഞാൻ ഏറ്റുപറയുകയാണ്. 84:10 അന്യസ്ഥലത്ത് 1000 ദിവസത്തേക്കാൾ അങ്ങയുടെ അങ്കണത്തിൽ ഒരു ദിവസം ആയിരിക്കുന്നത് കൂടുതൽ അഭികാമ്യമാണ്. ഈശോയെ, ഈ മണിക്കൂർ ഇതെന്റെ ആത്മാവിന്റെ ആനന്ദമാണ്. ഈശോയെ, കൊതിയോടെ കണ്ണും മനസ്സും ഹൃദയവും ആത്മാവും എല്ലാം ഈശോയ്ക്ക് കൊടുത്ത് ഈശോയുടെ പക്കലേക്ക് നിന്നെ വിളിച്ച കർത്താവിനെ ഓർത്ത് ഒന്ന് മനസ്സു തുറന്ന് സ്തുതിച്ചേ മക്കളെ. ഈശോയെ ഒന്ന് സ്തുതിച്ചേ. നിന്റെ അപ്പനെ കണ്ട സന്തോഷത്തില്, നിന്റെ ഈശോയോട് കൂടെ ഇരിക്കുന്ന ഒരു ആനന്ദത്തിൽ ഈശോയെ ഒന്ന് സ്തുതിച്ചു പ്രാർത്ഥിച്ചേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവെ, സ്തുതിക്കുന്നു. കർത്താവെ, ഞങ്ങളുടെ ഹൃദയം തന്ന് ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. ഞങ്ങളുടെ ജീവിതം തന്ന് ഞങ്ങൾ അങ്ങയെ ആരാധിക്കുന്നു. ഞങ്ങൾക്കുള്ളതെല്ലാം തന്ന് ആരാധിക്കുന്നു. ഈശോയെ സ്തുതിക്കുന്നു, ഈശോയെ സ്തുതിക്കുന്നു. കർത്താവെ, സ്തുതിച്ച് ആരാധിക്കുന്നു, ആരാധിക്കുന്നു, ആരാധിക്കുന്നു. ആത്മാവിനെ കൊടുത്ത് പ്രാർത്ഥിച്ചേ. 26 ഒരുവൻ ലോകം മുഴുവൻ നേടിയാലും അതുകൊണ്ട് അവനെന്ത് പ്രയോജനം? കർത്താവെ, ആത്മാവിനെ തന്നെ ഞങ്ങൾ അങ്ങ് ആരാധിക്കുക. എല്ലാ തലങ്ങളും ഏറ്റെടുക്കണം. സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആരാധന, ആരാധന, ആരാധന. കർത്താവെ, സ്തുതിക്കുന്നു, 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 സ്തുതിക്കുന്നു. നന്ദി പറയുന്നു. ഈശോയെ നന്ദി പറയുന്നു. തുറന്ന ഹൃദയം കൊടുത്ത് എല്ലാ മക്കളും സ്തുതിക്കണം. വലിയ അഭിഷേകം കർത്താവെ, ഞങ്ങളെല്ലാം ഞങ്ങളുടെ വാക്ക്, ചിന്ത, പ്രവൃത്തി, ഓർമ്മകൾ, രോഗപീഠയില്, രോഗക്കിടക്കയിലായിരിക്കുന്നവർ, ആശുപത്രിയിലായിരിക്കുന്നവർ ഈ സമയം ഞങ്ങൾ ചേർത്ത് വെച്ച് ആരാധിക്കാൻ കർത്താവെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. നന്ദി, 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 നന്ദി. നന്ദി, 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 നന്ദി. ഈശോയെ നന്ദി, 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 നന്ദി. ഈശോയെ നന്ദി. അടച്ച കരങ്ങൾ നെഞ്ചോട് ചേർത്ത് വെച്ച് എല്ലാ മക്കളും മുൻപിലേക്ക് കണ്ണുകൾ അടച്ച് കരങ്ങൾ നെഞ്ചോട് ചേർത്ത് വെച്ച് എത്തിക്കാൻ പോവുകയാണ്. എല്ലാ അധരങ്ങളും നിശബ്ദമാകട്ടെ. ഈ സമയം പ്രാർത്ഥിക്കും. എന്നെ കാണുന്ന കർത്താവിനെ ഞാൻ കണ്ടുകൊണ്ടിരിക്കുകയാണ്. എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന കർത്താവിനെയാണ് ഞാൻ കാണുന്നത്. പ്രിയപ്പെട്ട മക്കളെ, കൈനീട്ടി തൊടുവാൻ ആഗ്രഹിക്കുന്ന ഒരു ഈശോയുടെ മുൻപില് നമ്മളായിരിക്കുക. നമുക്ക് ഈശോയോട് പറയാം. സങ്കീർത്തനം 139 അധ്യായം 23, 24 വചനങ്ങളിൽ ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട്. ദൈവമേ, എന്നെ പരിശോധിച്ച് എന്റെ ഹൃദയത്തെ അറിയണേ.
എന്നെ പരീക്ഷിച്ച് എന്റെ വിചാരങ്ങൾ മനസ്സിലാക്കണേ. വിനാശത്തിന്റെ മാർഗത്തിലാണോ ഞാൻ നടക്കുന്നതെന്ന് നോക്കണം കർത്താവേ. ശാശ്വത മാർഗത്തിലൂടെ എന്നെ നയിക്കണമേ. ദിവികാരുണീശോയുടെ സന്നിധിയിൽ എല്ലാ മക്കളും നിങ്ങളുടെ ഹൃദയത്തെ കൊടുക്കണം, നിങ്ങളുടെ വിചാരത്തെ കൊടുക്കണം. കർത്താവേ, അവിടുന്ന് എന്റെ കൂടെ ഉണ്ടാകണേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ എന്റെ കൂടെ ഉണ്ടാകണമേ എന്ന് പ്രാർത്ഥിക്കും. അവിടുന്ന് കൂടെ ആയിരിക്കണേ. കർത്താവേ കൂടെ ആയിരിക്കണേ. നിന്റെ കരം എന്റെ കൂടെ ഉണ്ടാകണം. കർത്താവ് എന്റെ ഹൃദയത്തിലേക്കൊന്ന് നോക്കണേ. എല്ലാവരും ഈശോ നോക്കാനായിട്ട് നിങ്ങളുടെ ഹൃദയം ഒന്ന് കൊടുത്തേ, നിങ്ങളുടെ മനസ്സ് ഈശോയ്ക്ക് ഒന്ന് കൊടുത്തേ. നിങ്ങൾ എന്തിനു വേണ്ടിയാണ് മക്കളെ ഒത്തിരി ആഗ്രഹിക്കുന്നത്? എന്താണ് നിന്റെ ഉള്ളിലെ സ്നേഹം കിട്ടാത്തതിന്റെ ഒരു വേദനയാണോ? അത് എന്തെങ്കിലും ശൂന്യത നീ അനുഭവിക്കുന്നുണ്ടോ? ഈ സമയത്ത് നിന്റെ ആത്മാവില് എന്ത് ശൂന്യതയാ നീ അനുഭവിക്കുന്നത്? അത് ഈശോയോടൊന്ന് ഹൃദയം തുറന്ന് പറഞ്ഞ്, കർത്താവെ എന്നെ പരിശോധിച്ച് എന്റെ ഹൃദയത്തെ അറിയണേ അപ്പ. എന്നെ പരീക്ഷിച്ച് എന്റെ വിചാരങ്ങൾ മനസ്സിലാക്കണേ കർത്താവേ. ഈ പാപിയായ ഞാൻ വിനാശത്തിന്റെ മാർഗത്തിലാണോ ചരിക്കുന്നതെന്ന് നീ കാണണം. ശാശ്വത മാർഗത്തിലൂടെ എന്നെ നയിക്കണേ അപ്പ, എന്നെ നയിക്കണേ എന്റെ കർത്താവേ. കണ്ണുനീരോടെ എല്ലാ മക്കളും പ്രാർത്ഥിക്കട്ടെ. കർത്താവേ, കണ്ണുനീരോടെ എല്ലാ മക്കളും ഈ സമയം പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കട്ടെ. ഈശോ കൈനീട്ടി എന്നെ ഒന്ന് തൊടണേ, എന്നെ ഒന്ന് ഏറ്റെടുക്കണേ എന്ന് പ്രാർത്ഥിക്കുക. ഈശോ വ്യക്തിപരമായി ഈശോ എനിക്ക് മെസ്സേജ് തരികയാണ്. വ്യക്തിപരമായി ഈശോ ഒത്തിരി പേരെ അനുഗ്രഹിച്ചു കൊണ്ടിരിക്കുന്നതായിട്ട് കർത്താവ് കാണിക്കുന്നുണ്ട്. വ്യക്തിപരമായിട്ട് ഈശോ തൊടുകയാണ്. നിഗൂഢതയിൽ ഉരുവാക്കപ്പെടുന്ന നിന്റെ ശരീരം കർത്താവ് കണ്ടു. കർത്താവ് നിന്നെ പൂർണ്ണമായി കണ്ടു. കർത്താവ് ഈശോയെ ഞാൻ നിന്നെ ആരാധിക്കുകയാണ്. ഈശോ ഈ സമയത്ത് പറയുകയാണ്, മേനി അഴകിൽ അഹങ്കരിക്കുന്ന ചില വ്യക്തികൾ ഇവിടെയുണ്ട്. മേനി അഴകില് പ്രത്യേകമായിട്ട് ഈശോയുടെ മുമ്പില് ക്ഷമ ചോദിച്ച് പ്രാർത്ഥിക്കാൻ ഈശോ പറയുകയാണ്. ശരീര സൗന്ദര്യത്തിൽ അഹങ്കരിക്കുന്ന ആരെങ്കിലും ഒക്കെ ഇവിടെ കൂട്ടായ്മകളുണ്ടെങ്കിൽ ഒന്ന് അനുദപിച്ചേ മക്കളെ. നമുക്ക് ഈശോയുടെ വലിയ കൃപ ഈ കൂട്ടായ്മയിലേക്ക് ഒഴുകി ഇറങ്ങാൻ വേണ്ടി നമ്മൾ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഇത് നമ്മുടെ കൊച്ചു കൊച്ചു കുറവുകൾ പോലും എടുത്തു മാറ്റണം. എല്ലാ ബലഹീനതകളും ഈശോയുടെ പക്കലേക്ക് കൊടുത്തിട്ട്, ഈശോയെ ഈ കരുണയുടെ കൂട്ടായ്മയിൽ ഇരുന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്, എന്നോട് കരുണ കാണിക്കണേ. എല്ലാ മക്കളും 2 കരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തിപ്പിടിക്കും. ജീവിതത്തിൽ ഇന്നോളം വന്നു പോയിട്ടുള്ള എന്തെങ്കിലുമൊക്കെ കുറവുകളുണ്ടെങ്കിൽ, എന്തെങ്കിലുമൊക്കെ ബലഹീനതകൾ ഇപ്പോഴും നിന്നെ വേട്ടയാടുന്നുണ്ടെങ്കിൽ എന്നോട് കരുണ കാണിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വിളിച്ചേ. യേശുവിനെ വിളിച്ച് എല്ലാ മക്കളെയും വിളിച്ചേ. യേശുവേ, എന്റെ യേശുവേ കരുണയായിരിക്കണേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ ചിന്ത, വാക്ക്, പ്രവൃത്തി കർത്താവേ, ഞങ്ങളുടെ മനസ്സ്, ശരീരമെല്ലാം ഈശോയെ കരുണയായിരിക്കണേ. ഈശോയെ കരുണയായിരിക്കണേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഞങ്ങളോട് കരുണയായിരിക്കണേ. എല്ലാ മക്കളും കരഞ്ഞു പ്രാർത്ഥിച്ച് ഈശോയെ വിളിച്ചു സ്തുതിച്ചു പ്രാർത്ഥിച്ച് കരുണയായിരിക്കണേ എന്ന് പ്രാർത്ഥിച്ചു. ഈശോ 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 എന്റെ കർത്താവേ കരുണയായിരിക്കണേ, കരുണയായിരിക്കണേ. കഴുകി കഴുകി വിശുദ്ധീകരിക്കണേ കർത്താവേ. വലിയ അഭിഷേകം തരണേ, തിരുരക്തത്തിന്റെ അഭിഷേകം തരണേ കർത്താവേ. തിരുരക്തത്താൽ ഞങ്ങളെ കഴുകി വിശുദ്ധീകരിക്കണേ കർത്താവേ. തിരുരക്തത്താൽ കഴുകി വിശുദ്ധീകരിക്കണേ കർത്താവേ. കരുണയായിരിക്കണേ കർത്താവേ, കരുണയായിരിക്കണേ പ്രാർത്ഥിക്കുന്ന കർത്താവേ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ആരാധിക്കുന്നു 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 ഈശോയെ ഈശോയെ സ്തുതിക്കുന്നു. ഈശോയുടെ ചമ്മട്ടി എടുക്കപ്പെട്ട ശരീരത്തിൽ തിരുരക്തം ഇപ്പോൾ ഒഴുകിയിറങ്ങട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ചമ്മട്ടി എടുക്കപ്പെട്ട ശരീരത്തിൽ നിന്ന് തിരുരക്തം കൂട്ടായ്മയിലേക്ക് ഈ മക്കളിലേക്ക് ഒഴുകിയിറങ്ങട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. സ്തുതിക്കുന്നു സ്തുതിക്കുന്നു സ്തുതിക്കുന്നു. യേശുവേ സ്തുതിക്കുന്നു 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 സ്തുതിക്കുന്നു. ആരാധിക്കുന്നു 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 കർത്താവ്. തിരുരക്തം ഈ കൂട്ടായ്മയിലേക്ക് എല്ലാ മക്കളുടെ ശരീരത്തിൽ പാദം വരെ കഴുകപ്പെടുവാൻ വലിയ കരുണയുണ്ടാകാൻ ആഗ്രഹിച്ചുകൊണ്ട് നമുക്ക് ആഗ്രഹിച്ച് പാടി പ്രാർത്ഥിക്കാൻ കർത്താവ്. തിരുരക്തം കൊണ്ട് വിശുദ്ധീകരിക്കണ കർത്താവേ. വലിയ അഭിഷേകം തരണേ കർത്താവേ. സ്തുതിക്കുന്നു സ്തുതിക്കുന്നു ആഗ്രഹിച്ച് നമുക്ക് പാടി പ്രാർത്ഥിക്കാൻ കർത്താവേ. വലിയ അനോയിന്റിംഗ് കർത്താവ് നമ്മുടെ മുറിയിലേക്ക് തിരുരക്തം ഒഴുക്കി ഇറക്കട്ടെ. തിരുരക്തത്തിന്റെ വലിയ അഭിഷേകം തരട്ടെ. തിരുരക്തം ഒഴുകി ഇറക്കപ്പെട്ട് വിശുദ്ധീകരിക്കപ്പെടട്ടെ.
ഈശോയുടെ സന്നിധിയിലേക്ക് നമ്മുടെ ജീവിതങ്ങൾ ഒരിക്കൽ കൂടി നമുക്ക് സമർപ്പിക്കാം. കർത്താവേ, അങ്ങയുടെ ആത്മാവിന്റെ വലിയ ഇടപെടലിന് വേണ്ടി ഞാൻ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുകയാണ്. നമ്മുടെ പന്തക്കുസ്താ ദിനത്തിന് വേണ്ടി ഒരുങ്ങുന്ന ഈ സമയത്ത് പ്രിയപ്പെട്ട മക്കളെ, നമ്മുടെ എല്ലാം വ്യക്തിപരമായ നിയോഗങ്ങൾ നമുക്ക് പ്രത്യേകം ഒന്ന് സമർപ്പിക്കാം. എന്നെ സ്നേഹിക്കുന്ന എൻ്റെ ഈശോ, എന്നെ മനസ്സിലാക്കുന്ന എൻ്റെ ഈശോ, എന്നെ അറിയുന്ന ഈശോ എന്റെ കാത്ത് ശ്രദ്ധാലുവാണ്. കർത്താവേ, അങ്ങയുടെ വലിയ അഭിഷേകം എനിക്ക് തരണമേ എന്ന് പ്രാർത്ഥിക്കാം. പ്രിയപ്പെട്ടവരെ, നമ്മളൊക്കെ എത്രയോ നാളുകളായിട്ട് ഇങ്ങനെ പരിശുദ്ധാത്മാവിന്റെ വലിയൊരു അഭിഷേകത്തിന് വേണ്ടി കൊതിക്കുകയും ന്യായാധിപന്മാരുടെ പുസ്തകം 16-ാം അധ്യായത്തിൽ 28-ാമത്തെ വചനം നമുക്കൊന്ന് വായിച്ചു പ്രാർത്ഥിക്കാം. സാംസൺ കർത്താവിനെ വിളിച്ച് അപേക്ഷിച്ചു, ദൈവമായ കർത്താവേ, എന്നെ ഓർക്കണമേ, ഞാൻ നിന്നോട് പ്രാർത്ഥിക്കുന്നു, എന്നെ ശക്തനാക്കണമേ. നമ്മൾ ഈ വചനം ഒന്ന് പലയാവർത്തി ഉരുവിട്ട് പ്രാർത്ഥിക്കാം. ദൈവമായ കർത്താവേ, എന്നെ ഓർക്കണം, ഞാൻ നിന്നോട് പ്രാർത്ഥിക്കുന്നു, എന്നെ ശക്തനാക്കണം. നമ്മൾ ഇന്ന് ഈ കൂട്ടായ്മയിൽ എല്ലാ മക്കളും ഈശോയോട് പ്രാർത്ഥിക്കേണ്ട ഒരു പ്രാർത്ഥനയാണ്. കർത്താവേ, എന്നെ ഓർക്കണമേ, ഞാൻ നിന്നോട് പ്രാർത്ഥിക്കുന്നു, എന്നെ ശക്തനാക്കണമേ. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ വന്നുപോയ എല്ലാ കുറവുകളും ഈശോയുടെ കരങ്ങളിലേക്ക് കൊടുത്തിട്ട്, കർത്താവെ, ആ കുറവിനെല്ലാം അപ്പുറത്ത് ഇന്ന് ഈ സമയത്ത് ഞാൻ നിന്നോട് പ്രാർത്ഥിക്കുകയാണ്, എന്നെ ഓർക്കണം, ഞാൻ നിന്നോട് പ്രാർത്ഥിക്കുകയാണ്, എന്നെ ശക്തിപ്പെടുത്തണം. കർത്താവെ, ഫിലിപ്പി 4:13, എന്നെ ശക്തനാക്കുന്നതിലൂടെ എനിക്കെല്ലാം ചെയ്യാൻ സാധിക്കും. പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ ആവസിക്കും. ലൂക്ക 1:35. ആ ശക്തി നമ്മുടെ ഈ കൂട്ടായ്മയിൽ എല്ലാ മക്കളിലും നിറയട്ടെ, എല്ലാ വ്യക്തികളിലും നിറയട്ടെ. നിങ്ങൾ എവിടെയൊക്കെ ആത്മാവിന്റെ കൃപ നിറയപ്പെടാൻ ആഗ്രഹിക്കുന്നുണ്ടോ, നിങ്ങളുടെ പ്രാർത്ഥനാ ജീവിതത്തില്, നിങ്ങളുടെ കുടുംബ ജീവിതത്തില്, നിങ്ങളുടെ ജോലി മേഖലകളില്, മക്കളെ, നമുക്ക് ദാരിദ്ര്യം ഉണ്ടാവരുത്, പരിശുദ്ധാത്മാവിന്റെ ശക്തിയില്ലാത്ത ദാരിദ്ര്യം ഉണ്ടാവരുത്. കർത്താവെ, ഞങ്ങൾക്കത് തരണേ, ഞങ്ങൾക്കത് തരണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാ മക്കളും സ്വരമുയർത്തി ശക്തിയോടെ ഒരിക്കൽ കൂടി 2 കരങ്ങളും ഉയർത്തി സ്തുതിച്ച് പ്രാർത്ഥിച്ചേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. സ്തുതിക്കുന്നു. ഈശോയെ നന്ദി പറയും, ഈശോയെ നന്ദി പറയും. കർത്താവെ മഹത്വപ്പെടുത്തുന്നു, കർത്താവെ സ്തുതിക്കുന്നു. എന്നെ ശക്തിപ്പെടുത്തണേ എന്ന് പ്രാർത്ഥിക്കും. മക്കളെ ശക്തി കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കും. എവിടെയൊക്കെയാ ശക്തി വേണ്ടേ? മക്കളുടെ ജീവിതത്തിലാണോ, കുടുംബ ജീവിതത്തിലാണോ, ജോലി മേഖലയിലാണോ, സാമ്പത്തിക മേഖലയിലാണോ, ആത്മീയ മേഖലയിലാണോ? ഇന്ന് കൂട്ടാനും പ്രാർത്ഥനകളിൽ മാത്രം ദാരിദ്ര്യം ഉണ്ടാവരുത്. ദൈവശക്തി, ഹല്ലേലൂയ, ഹല്ലേലൂയ. കൂട്ടായ്മയിലേക്ക് എഴുന്നള്ളി വരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു, ആരാധിക്കുന്നു. കർത്താവേ സ്തുതിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ സ്തുതിക്കുന്നു, യേശുവേ നന്ദി പറയും, യേശുവേ ആരാധിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ആരാധന. ഈശോയെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ, ഈശോയെ നന്ദി. ഹല്ലേലൂയ, ഈശോയെ നന്ദി. സംസാരിക്കുന്ന ദൈവം, അഭിഷേകം പീഡകളെല്ലാം വിട്ടുപോകുന്ന ഒരു അഭിഷേകം നമ്മുടെ ശരീരത്തിലേക്ക്, ശരീരത്തിന്റെ എല്ലാ മേഖലകളിലേക്കും ഇപ്പോൾ ഈ സമയം ശക്തി വെളിപ്പെടട്ടെ, ശക്തി വെളിപ്പെടട്ടെ. പൂഴി കൊണ്ട് നമ്മെ രൂപപ്പെടുത്തിയ കർത്താവ്, ഇവന്റെ ശ്വാസം നമ്മുടെ നാസാരന്ധങ്ങളിലേക്ക് നിശ്വസിച്ച ദൈവം, നമ്മുടെ അമ്മയുടെ ഉദരത്തമ്മ രൂപപ്പെടുത്തിയ കർത്താവ്, നമുക്ക് ഈ തണ്ടും തടിയും ഒക്കെ തന്നിരിക്കുന്ന കർത്താവ്, ഈ ശരീരത്തിൽ ഇപ്പോൾ ഈ സമയം നിനക്ക് വേണ്ടി
മരിക്കാനുള്ള ഒരു അഭിഷേകം തരണമേ എന്നൊന്ന് പ്രാർത്ഥിച്ചേ മക്കളെ. ആയിരിക്കുന്ന എല്ലാ മക്കളും രക്തസാക്ഷിത്വ വരം സ്വീകരിക്കാൻ ആഗ്രഹിച്ച് സ്തുതിച്ചു പ്രാർത്ഥിച്ച് ഞങ്ങളുടെ ശരീരത്തിൽ വലിയ അഭിഷേകം തരണേ കർത്താവേ. നിനക്ക് വേണ്ടി തർക്കപ്പെട്ട രക്തസാക്ഷികളുടെ അഭിഷേകം ഇപ്പോൾ ഇവിടെ വ്യാപരിക്കട്ടെ പ്രാർത്ഥിക്കുന്നു കർത്താവെ. വലിയ അഭിഷേകം നിറയട്ടെ, വലിയ അഭിഷേകം. പീഡകളുടെ മേൽ വലിയ രോഗശാന്തി വരങ്ങൾ വെളിപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ഈശോയെ നന്ദി 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 നന്ദി. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. വലിയ പീഡ അവന്റെ കയ്യിൽ നിന്ന് പീഡ അനുഭവിക്കുന്ന ഒരു ഭാര്യ, ഒത്തിരി മർദ്ദനമേൽക്കുന്ന ഒരു ഭാര്യയ്ക്ക് ഈശോ ഇപ്പൊ വലിയൊരു വിടുതൽ കൊടുക്കുന്നതായി അവയെ സ്തുതിക്കുന്നു 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 സ്തുതിക്കുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. കരുണയായിരിക്കണേ കരുണയായിരിക്കണേ. ക്യാൻസറുള്ള ഒരു വ്യക്തിയെ ഈശോ ഇപ്പോൾ എടുത്തു കാണിക്കുകയാണ്. അവന്റെ തൊണ്ടയിലേക്ക് വച്ചു കൊടുക്കുന്നതായി കർത്താവ് വെളിപ്പെടുത്തുന്നുണ്ട്. ശക്തമായി സ്തുതിച്ചു പ്രാർത്ഥിക്കട്ടെ. കരുണയായിരിക്കണേ. അവന്റെ ആയുസ് നീട്ടിയിട്ടിരിക്കുകയാണെന്ന് ഈശോ പറയുന്നു. സ്തുതിച്ചു പ്രാർത്ഥിക്കുന്ന കർത്താവേ കരുണയായിരിക്കണേ കരുണയായിരിക്കണേ. വലിയ കരുണ കാണിക്കണേ എന്ന് പ്രാർത്ഥിക്കുന്നു സ്തുതിക്കുന്നു. ഈശോയെ നന്ദി 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 നന്ദി. എല്ലാ മക്കളും സ്തുതിച്ചു പ്രാർത്ഥിച്ചേ. നിശബ്ദതയിലേക്ക് കരങ്ങൾ കൊണ്ട് ഇങ്ങനെ ചേർത്ത് പിടിച്ചു പ്രാർത്ഥിക്കീശോയെ. നാശം കാണാൻ തുറക്കണേ. എല്ലാ മക്കളും വായിക്കുമ്പോ വലിയ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം, പരിശുദ്ധാത്മാവിന്റെ വലിയ വെളിച്ചം കാണാൻ തരണേ. കണ്ണുകളെ വിശുദ്ധീകരിക്കണേ. അവയെ ഇന്നെന്റെ കണ്ണുകളെ വിശുദ്ധീകരിക്കണം. പഞ്ചേന്ദ്രിയങ്ങളെല്ലാം ഈശോയ്ക്ക് കൊടുത്ത് കണ്ണ് മൂക്ക് നാക്ക് തൊക്ക് എല്ലാം വിട്ടുകൊടുത്തേ. ഈശോയെ ഞങ്ങളില് വലിയ തീ കത്തിക്കണേ എന്ന് പ്രാർത്ഥിക്കും. ഈശോയെ വലിയ തീ കത്തിക്കണേ എന്ന് ഈ സമയത്ത് പ്രാർത്ഥിക്കുകയാണ് കർത്താവേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈശോയെ സ്തുതിക്കുന്നു കർത്താവെ സ്തുതിക്കുന്നു. നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ നിങ്ങളോട് ആവശ്യപ്പെടുകയാണ്. ഈ ലോകത്തിലുള്ള എല്ലാ സന്യാസ ഭവനങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. സന്യാസിമാരോട് കരുണയായിരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. വിശുദ്ധ സ്ഥലത്ത് നടക്കുന്ന അശുദ്ധപരമായ ചില മേഖലകൾ ഈശോ കാണിച്ചു തരികയാണ്. അശുദ്ധപരമായ ചില അവസ്ഥകൾ ഈ സമയം ഞങ്ങളോട് വലിയ കരുണ കാണിക്കണേ എന്ന് പ്രാർത്ഥിച്ച് പ്രാർത്ഥിക്കാൻ കടപ്പെട്ടവരാണ്. സമൂഹത്തിലെ കുടുംബത്തിലെ വ്യക്തിജീവനിൽ വരുന്ന എല്ലാ അശുദ്ധിയും മാറിപ്പോകട്ടെ. അവയെ കരുണയായിരിക്കണേ, ഞങ്ങളോട് കരുണയായിരിക്കണം. മുഴുവൻ ഇപ്പോ വിശുദ്ധീകരിക്കണേ. മുൾച്ചെടികൾ ദഹിപ്പിച്ചു കളയുന്ന ഈശോ പറഞ്ഞു. ചെടികളും ദഹിപ്പിച്ചു കളയണേ, ചെടികളും ദഹിപ്പിച്ചു കളയണേ എന്റെ അപ്പ. സ്തുതിക്കുന്നു ആരാധന ആരാധന ആരാധന. കർത്താവ് സിഗരറ്റ് വലിക്കുന്ന ബന്ധനത്തിൽ നിന്ന് ഒരു വ്യക്തിക്ക് ഇപ്പോൾ പൂർണ്ണ വിടുതൽ കൊടുത്ത് ഈശോ അനുഗ്രഹിക്കുന്നതായിട്ട് കർത്താവ് വെളിപ്പെടുത്തുന്നുണ്ട്. പ്രാർത്ഥിക്കുന്നു. ഒരു മരത്തിന് കയറിയിട്ട് വീണ് നട്ടെല്ലുമായി ബന്ധപ്പെട്ട പ്രശ്നമുള്ള ഒരു വ്യക്തിക്ക് ഈശോ സൗഖ്യം തന്ന് അനുഗ്രഹിക്കുന്നതായി പരിശുദ്ധ വെളിപ്പെടുത്തുന്നു. കരുണയായിരിക്കണേ കരുണയായിരിക്കണേ. ഈശോ ഒരു 7-8 വലിയ പ്ലാറ്റ്ഫോമുകൾ കാണിക്കും. അവിടെ എല്ലാം വചനം പ്രസംഗിക്കുന്നതായി കർത്താവ് വെളിപ്പെടുത്തുന്നു. ഈശോയെ സ്തുതിക്കുന്നു, ഈശോയെ സ്തുതിക്കുന്നു, ഈശോയെ സ്തുതിക്കുന്നു. നിന്ന് ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന ഒരു മകളെ പ്രത്യേകമായിട്ട് ഹൃദയത്തിന്റെ വേദന എടുത്തു മാറ്റി ഈശോ അനുഗ്രഹിക്കുന്ന കർത്താവ് വെളിപ്പെടുത്തുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ആരാധന ആരാധന ആരാധന. ഹല്ലേലൂയ ഈശോയെ നന്ദി. പ്രിയപ്പെട്ട മക്കളെ, നമ്മുടെ മനസ്സ് ശരീരമെല്ലാം ഇതിലേക്ക് കൊടുത്തൊരുക്കം നമുക്ക് ഈശോയെ പാടി ആരാധിക്കാം. നിങ്ങളെല്ലാം കണ്ണുകളടച്ച് തന്നെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. കരുണ നിറയാൻ ആഗ്രഹിച്ച് നമുക്ക് ഒരിക്കൽ കൂടി പാടി പ്രാർത്ഥിക്കാം.
വലിയ സ്നേഹത്തിന്റെ വലിയ കൃപ ഒഴുകട്ടെ ഈ ആലയത്തിന് എല്ലാം നിറയപ്പെടാൻ ആഗ്രഹിച്ച് നമുക്ക് പാടി പ്രാർത്ഥിക്കാം. കരങ്ങളൊക്കെ അടിച്ച് പാടി പ്രാർത്ഥിക്കുക. അഭിഷേകം അഭിഷേകം ദിവ്യകാരുണ്യത്തിൻ അഭിഷേകം 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 യേശുവിൻ ബലിയുടെ അഭിഷേകം 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 ദിവ്യകാരുണ്യത്തിൻ അഭിഷേകം 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 യേശുവിൻ ബലിയുടെ അഭിഷേകം തിരുമാംസനിണം പകരുന്നു സാത്താൻ തകർന്നു വീഴുന്നു മക്കൾ മോചിതരാകുന്നു ബലിയുടെ യോഗ്യത പകരുന്നു ബലിയുടെ യോഗ്യത പകരുന്നു അഭിഷേകം അഭിഷേകം ദിവ്യകാരുണ്യത്തിൻ അഭിഷേകം 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 യേശുവിൻ ബലിയുടെ അഭിഷേകം. ശുദ്ധാത്മാവ് കൊണ്ട് നിറയ്ക്കണേ, വേഗം തരണേ. സിഹിയോൻ ശാലയിൽ പകർന്നൊരഭിഷേകം കാൽവരി മലയിൽ കുരിശിലെ അഭിഷേകം സിഹിയോൻ ശാലയിൽ പകർന്നൊരഭിഷേകം കാൽവരി മലയിൽ കുരിശിലെ അഭിഷേകം എമ്മാവൂസിലെ കുർബാന അഭിഷേകം തിബേരിയാസിൻ തീരത്തെ അഭിഷേകം എമ്മാവൂസിലെ കുർബാന അഭിഷേകം തിബേരിയാസിൻ തീരത്തെ അഭിഷേകം കുർബാന അഭിഷേകം ബലിയുടെ അഭിഷേകം പകരണമേ പകരണമേ ഞങ്ങളിൽ പകരണമേ 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 ഞങ്ങളിൽ ഇപ്പോൾ പകരണമേ അഭിഷേകം അഭിഷേകം ദിവ്യകാരുണ്യത്തിൻ അഭിഷേകം 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 യേശുവിൻ ബലിയുടെ അഭിഷേകം സഭയിൽ പകർന്നൊരഭിഷേകം കൂട്ടായ്മകളെ കൂട്ടിയൊരഭിഷേകം ആദിമസഭയിൽ പകർന്നൊരഭിഷേകം കൂട്ടായ്മകളെ കൂട്ടിയൊരഭിഷേകം അൾത്താരകളിൽ നിറയുന്നൊരഭിഷേകം ലോകരക്ഷയ്ക്കേകിയൊരഭിഷേകം അൽത്താരകളിൽ നിറയുന്നൊരഭിഷേകം ലോകരക്ഷയ്ക്കേകിയൊരഭിഷേകം കുർബാന അഭിഷേകം ബലിയുടെ അഭിഷേകം പകരണമേ പകരണമേ ഞങ്ങളിൽ ഇപ്പോൾ പകരണമേ പകരണമേ
അഭിഷേകം 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 യേശുവിൻ ബലിയുടെ അഭിഷേകം തിരുമാംസ നിണം പകരുന്നു സാത്താൻ തകർന്നു വീഴുന്നു മക്കൾ മോചിതരാകുന്നു ബലിയുടെ യോഗ്യത പകരുന്നു ബലിയുടെ യോഗ്യത പകരുന്നു അഭിഷേകം അഭിഷേകം ദിവ്യകാരുണ്യത്തിൻ അഭിഷേകം 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 യേശുവിൻ ബലിയുടെ അഭിഷേകം യുടെ സന്നിധിയിലേക്ക് നമ്മളെ പൂർണ്ണമായി സമർപ്പിക്കാം. നമുക്ക് തരുന്ന അനുഗ്രഹങ്ങൾക്ക് നന്ദി പറയാം. ശുദ്ധാത്മാ എടുക്കണമേ പോലെ കർത്താവേ എന്നെ ഓർക്കണം. നിന്നോട് പ്രാർത്ഥിക്കുകയാണ് എന്നെ ശക്തിപ്പെടുത്തും. എല്ലാ മക്കളും ഈശോയോട് പറയട്ടെ, ഞാൻ നിന്നോട് പ്രാർത്ഥിക്കുകയാണ് കർത്താവെ, എന്നെ ഓർക്കണം, എന്നെ ശക്തിപ്പെടുത്തണം. കർത്താവെ ശക്തിപ്പെടുത്തണം. എല്ലാ ഹൃദയങ്ങളും നിങ്ങളുടെ എല്ലാ നിയോഗങ്ങളും പ്രാർത്ഥനകളും എല്ലാം ഈശോയ്ക്ക് സമർപ്പിക്കാം. ഈ മിനിസ്ട്രിയെ പ്രത്യേകമായി സമർപ്പിക്കാം. നേതൃത്വം കൊടുക്കുന്നവരെ എല്ലാം സമർപ്പിക്കാം. ഈ കൂട്ടായ്മയിൽ വന്നിരിക്കുന്നവരെ, പല വിധത്തിലും ഭാരങ്ങൾ അനുഭവിക്കുന്നവരൊക്കെയുണ്ട്, അവരെല്ലാം സമർപ്പിക്കാം. കർത്താവിന്റെ പരിശുദ്ധാത്മാവ് നമ്മൾ ഫില്ല് ചെയ്യപ്പെടുവാൻ, ആത്മാവിൽ നിറഞ്ഞു പ്രാർത്ഥിക്കുന്നവരായി മാറാൻ നമുക്കെല്ലാം കൃപ ചോദിച്ചുകൊണ്ട് അമ്മയോട് ചേർന്ന് ശിരസ് നമിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും ഉണ്ടായിരിക്കട്ടെ. നാളത്തെ ദിനത്തെയും നാളത്തെ ശുശ്രൂഷകളെയും എല്ലാം പരിശുദ്ധ അമ്മയ്ക്ക് സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഞങ്ങളെല്ലാം പരിശുദ്ധാത്മാവിൽ നിറയപ്പെടുവാൻ അമ്മേ മാതാവേ, നമ്മുടെ മുല ഹൃദയത്തിലേക്ക് ഞങ്ങളെ പരിപൂർണമായി സമർപ്പിച്ചുകൊണ്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഞങ്ങളുടെ മരണസമയത്തും പുത്രനും പരിശുദ്ധാത്മാവിന് സ്തുതിയും അതിലെ പോലെ എപ്പോഴും എന്നേക്കും ആമേൻ. മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.